നിങ്ങൾ ഈ ഒരു ടോപ്പിക്ക് നമുക്ക് ഏറ്റവും കൂടുതൽ എന്താണ് ഡൗട്ടുകൾ ഉള്ളതും അതുപോലെ തന്നെ ബുദ്ധിമുട്ടും കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഡിസബിലിറ്റി കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടുള്ള ഒരു ഏരിയ ആണ് ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത്. അതെങ്ങനെയാണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് അപ്ലൈ ചെയ്യേണ്ടത്, ഏറ്റവും കൂടുതൽ ഈ ഒരു ഇഷ്യൂ അഡ്രസ് ചെയ്തുകൊണ്ടിരിക്കുന്നതും നമ്മൾ ഈ ഒരു സ്കൂൾ ഒരു പ്യൂബർട്ടി അറ്റൈൻ ചെയ്ത ആ ഒരു ടൈം പീരീഡിലാണ്. അപ്പോൾ ഇന്നത്തെ ഒരു ദിവസം ഈ ഒരു ടോപ്പിക്ക് നമുക്ക് അതിനെ പറ്റിയിട്ടാണ്. ഇതിന്റെ ഒബ്ജക്റ്റീവ്സ് ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് നമുക്ക് എന്താണ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്നുള്ളൊരു കാര്യം, ഡിസബിലിറ്റി കുട്ടികളുടെ അല്ലെങ്കിൽ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസിലുള്ള ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്താണ് ഒരു സ്പെഷ്യൽ സ്കൂളിൽ നമുക്ക് ഇമ്പോർട്ടൻസ് എന്താണ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ്റെത്, അതുപോലെ തന്നെ സെക്ഷുവൽ നീഡ് എങ്ങനെയാണ് അഡ്രസ് ചെയ്ത് പോവുക, ക്ലാസ് റൂമിൽ എങ്ങനെയാണ് നമ്മൾ ഈ ഒരു ക്ലാസ് റൂമിൽ അതുപോലെ തന്നെ വീട്ടിലും എങ്ങനെയാണ് ഈ ഒരു സെക്ഷൽ ബിഹേവിയേഴ്സ് നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുക, എന്തൊക്കെ സ്കില്ലാണ് നമ്മൾ ഈ ഒരു സെക്ഷൽ ബിഹേവിയർ മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട്, ഡിസബിലിറ്റി കുട്ടികളുടെ സെക്ഷൽ സ്കില്ല് മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തൊക്കെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം, അതുപോലെ തന്നെ റെസ്പെക്ട്ഫുൾ മാനറിൽ ഏറ്റവും സേഫ് ആയിട്ട് എങ്ങനെ നമുക്ക് ഹെൽത്ത് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞിരിക്കുന്ന ബേസിക് നോളേജ് ഓഫ് സെക്ഷുവാലിറ്റി ആൻഡ് ഡിസബിലിറ്റി, ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു 5ഓളം ഏരിയാസ് നമ്മൾ കവർ ചെയ്തുകൊണ്ടാണ് ഇന്നത്തെ നമ്മളൊരു സെഷൻ പോകുന്നത്. അപ്പൊ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താണ് ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്നറിയണം. നമ്മൾ സെക്സ് എഡ്യൂക്കേഷനിൽ പോകുന്നതിന് മുമ്പേ നമ്മൾ എന്താണ് സെക്ഷുവാലിറ്റി എന്നറിയണം. ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത് 3 കോമ്പണന്റ് ആയിട്ടാണ് നമുക്ക് അഡ്രസ് ചെയ്തിരിക്കുന്നത്. അതിൽ ഒന്നെന്ന് പറയുന്നത് ബയോളജിക്കലാണ്. ബയോളജിക്കലി നമുക്ക് എന്ത് വരും, ഫിസിക്കൽ ഡെവലപ്മെന്റ് വരും. നമ്മുടെ ഫിസിക്കലി ഉള്ള ഡെവലപ്മെന്റ്സും കാര്യങ്ങളും എന്തിൽ വരുന്നുണ്ട്, ബയോളജിക്കലി വരുന്നത്. അതുപോലെ തന്നെ ഹോർമോൺ നമുക്കറിയാം, പ്രൊജസ്ട്രോൺ, ഈസ്ട്രോജൻ, അതുപോലെ തന്നെ ഒരു കുട്ടി പീരീഡ്സ് ആവുകയാണെങ്കിൽ, മെൻസസ് ആവുകയാണെങ്കിൽ തൈറോയ്ഡ് ഗ്ലാൻഡും അതുപോലെ തന്നെ പിറ്റ്യൂട്ടറി ഗ്ലാൻഡ് ഒക്കെ അവിടെ ഡെവലപ്പ് ആയിരിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ഹോർമോണിന് നല്ല രീതിയിൽ ഈ ഒരു ബയോളജിക്കൽ സെക്ഷുവാലിറ്റീനെ എഫക്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ സിസ്റ്റം, സെക്കൻഡറി റീപ്രൊഡക്റ്റീവ് ആയിക്കോട്ടെ, ഇന്റേണൽ ആയിക്കോട്ടെ, ഒക്കെ നല്ല രീതിയിൽ ബയോളജിക്കലി ഇനിയൊരു വജൈന ഉണ്ടെങ്കിൽ മാത്രമാണ് ഒരു പെണ്ണിനെ ഫീമെയിൽ എന്ന് വിളിക്കൂ. അതുപോലെ തന്നെ സൈക്കോളജിക്കൽ, ഇമോഷണൽ ബോണ്ടിങ്, അട്രാക്ഷൻ, സെൽഫ് എസ്റ്റീം, സെക്ഷുവൽ ഐഡന്റിറ്റി, ഈ ഒരു സൈക്കോളജിക്കലിയും നല്ല രീതിയിൽ എന്തിൽ ബാധിക്കുന്നുണ്ട്, സെക്ഷുവാലിറ്റിനെ ബാധിക്കുന്നുണ്ട്. ഒരു ഇമോഷണൽ ബോണ്ടിങ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു ഓപ്പോസിറ്റ് പേഴ്സൺ, അത് ഹസ്ബൻഡ് ആയിക്കോട്ടെ, ഫാദർ ആയിക്കോട്ടെ, മദർ ആയിക്കോട്ടെ, ബോയ് ഫ്രണ്ട് ആയിക്കോട്ടെ, നമുക്കൊരു അട്രാക്ഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ സെൽഫ് എസ്റ്റീം, സെക്ഷുവൽ ഐഡന്റിറ്റി, നമ്മൾ പറയാണ് നമ്മൾ ഹെട്രോ ആണ്, ഹോമോ ആണ്, ബൈസെക്ഷൽ ആണ്, ട്രാൻസ്ജെൻഡർ ആണെന്നൊക്കെ. അപ്പൊ അതൊക്കെ പറയണമെങ്കിൽ നമുക്ക് നമ്മൾ സെക്ഷൽ ഐഡന്റിറ്റി എന്താണെന്ന് മനസ്സിലാക്കണം. അതിൽ നല്ല രീതിയിൽ എന്ത് വഹിക്കുന്നുണ്ട്, സൈക്കോളജിക്കലി നമ്മൾ ഇമോഷണലി നമ്മൾ റോള് വഹിക്കുന്നുണ്ട്. പിന്നെ ഉള്ളതാണ് ഒന്ന് സോഷ്യൽ, നമുക്ക് റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നുണ്ട്. അത് ഫാമിലി തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, ഫാദർ മദർ തമ്മിലുള്ള റിലേഷൻഷിപ്പ് ആവാം, അല്ലെങ്കിൽ നമുക്ക് ബോയ് ഫ്രണ്ടിനോടുള്ള റിലേഷൻഷിപ്പ് ആവാം. റിലേഷൻഷിപ്പ് സോഷ്യലി നമുക്ക് റിലേഷൻഷിപ്പ്, അതുപോലെ തന്നെ കൾച്ചറൽ നോംസ്, വാല്യൂസ്, പിയർ ഇൻഫ്ലുവൻസ് ഒക്കെ കൂടിയിട്ടുള്ള ഒരു മിക്സഡ് ആയിട്ടുള്ള ഒരു 3 കോമ്പണന്റ് വരുന്നത്. അതായത് നമ്മൾ ബയോളജിക്കലി, സൈക്കോളജിക്കലി, സോഷ്യലി നമുക്ക് എന്ത് വരുന്നുണ്ട്, ഒരാളെ ഹ്യൂമൻ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്. അതുപോലെ അടുത്തൊരു സ്റ്റേജസ് ആണ് സെക്ഷുവൽ ഡെവലപ്മെന്റൽ സ്റ്റേജ്. നമുക്കൊരു നോർമൽ കുട്ടിയും ഡിസബിലിറ്റി കുട്ടിയും, അതായത് ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് പലതരത്തിലുള്ള സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ഉണ്ട്. ഇവിടെ ഞാൻ ന്യൂറോട്ടിപ്പിക്കൽ എഴുതിയിട്ടുണ്ട്, അതുപോലെ തന്നെ വിത്ത് ഡിസബിലിറ്റീസും. ഈ ഒരു സ്റ്റേജസ് ഒക്കെ കോമൺ ആണ്. അപ്പൊ കോമൺ ആണെന്ന് പറയുമ്പോൾ ആസ് എ നോർമൽ സ്റ്റുഡന്റിന് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ശേഷിയിൽ ഭിന്നരല്ലാത്ത ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓരോ സ്റ്റേജിലും ഓരോ ഡെവലപ്മെന്റ് കാണാൻ പറ്റും. ആ ഡെവലപ്മെന്റ് ഡിസബിലിറ്റീസിന് നോക്കുന്ന സമയത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ വേരിയേഷൻസ് ഉണ്ട്. ഇവരുടെ ഡെവലപ്മെന്റ് ഒക്കെ കറക്റ്റ് ആയിട്ട് പോവാത്തത് കൊണ്ടാണ് നമുക്ക് ആ ഒരു വേരിയേഷൻസ് കാണുന്നത്. നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി കഴിഞ്ഞാലാണ് മാത്രമാണ് നമ്മൾ ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ അപ്ലൈ ചെയ്യുന്ന സമയത്ത് എവിടെയൊക്കെയാണ് ഇഷ്യൂസ് എന്നുള്ള കാര്യം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്റെ അതില് ഇൻഫാൻസി എന്ന് പറയുന്ന ഒരു പീരീഡ് ഉണ്ട്. ഒരു കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ ഒരു അറ്റ് എ ടൈം ഓഫ് ബർത്ത് മുതൽ 0 to 2 years വരെയാണ് നമ്മൾ ഇൻഫാൻസി പീരീഡ് എന്ന് പറയുന്നത്. ആ ഒരു പീരീഡിൽ നോർമലി ഉള്ള കുട്ടികള് അവരുടെ ബോഡി പാർട്സ്, ജെനൈറ്റൽ ഓർഗൻസ് ഉൾപ്പെടെയുള്ള സാധനങ്ങൾ തൊട്ട് നോക്കും, അല്ലെ? കൈയും കാലും ഒക്കെ കുട്ടികൾ വായിലിടുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് ഈ കുട്ടി പെണ്ണാണോ ആണാണോ എന്നുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അതുപോലെ തന്നെ കെട്ടിപ്പിടിക്കുന്നു, കാര്യങ്ങളൊക്കെ ഒരു ഡെവലപ്മെന്റൽ പീരീഡ്. ഈ ഒരു ടൈമിലേക്ക് എത്തുന്ന സമയത്ത് ഡിസബിലിറ്റി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിമിലർ കാര്യങ്ങളൊക്കെ ആർക്കുണ്ട്, ഈ ഡിസബിലിറ്റി കുട്ടികൾക്കുണ്ട്. പക്ഷെ അവരുടെ മോട്ടോ ഡെവലപ്മെന്റ്, സെൻസറി ഒക്കെ ഡിലേ ആയിരിക്കും.
അവർക്ക് നമ്മൾ ഫിസിക്കൽ പ്രോംപ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ എന്ത് നമ്മളൊരു ബോഡി അവയർനെസിനെ പറ്റി നമ്മൾ ചെറിയ കുട്ടികൾക്ക് കണ്ണെവിടെ, മൂക്ക് എവിടെ, ചെവി എവിടെ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ഒരു വയസ്സിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. കുട്ടികൾ പ്രോപ്പറായിട്ട് തൊട്ട് കാണിച്ചു തരും, പല്ലെവിടെയാണ്, ചെവി എവിടെയാണ്, കണ്ണേതാ, കാലേതാന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഈ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരെ ഇരുത്തം, നടത്തം, സംസാരം ഒക്കെ ഡിലേ ആണ്. അതാണ് ഇവിടെ അവരുടെ മോട്ടോ സ്കിൽ ഡിലേ ആയിരിക്കാം, സെൻസറി ഡെവലപ്മെന്റ് ഒക്കെ ഡിലേ ആയിരിക്കാം. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫിസിക്കൽ പ്രോംപ്റ്റിംഗ് കൊടുക്കുന്ന സമയത്ത് ഒരുപാട് ടൈം എടുക്കുന്നുണ്ട്. ഈ കുട്ടികൾ 5 ഓർഗൻസ് അല്ലെങ്കിൽ 5 ബോഡി പാർട്സ് പഠിക്കുന്ന സമയത്തേക്കാളും കൂടുതൽ ഈ ഒരു ഡിസബിലിറ്റി കുട്ടിയാണെങ്കിൽ ഒരു ബോഡി പാർട്ട് പഠിക്കാൻ ടൈം എടുക്കും. അതായത് ഒരു കുട്ടി കണ്ണും മൂക്കും ചെവിയും വായും പല്ലും ഒക്കെ പഠിച്ചു കഴിഞ്ഞാലും ഡിസബിലിറ്റിയുള്ള കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു ബോഡി പാർട്സ് അവിടെ കുട്ടി പഠിച്ചെടുക്കാൻ അത്രയും എഫേർട്ട് എടുക്കേണ്ടി വരും, അത്രയും പ്രോംപ്റ്റിംഗ് കൊടുക്കേണ്ടി വരും. അവിടെ ഡെവലപ്മെന്റൽ ഡിലേ വന്നതുകൊണ്ടാണ്. അതുപോലെ തന്നെ അടുത്തൊരു സ്റ്റേജ് ആണ് ഏർലി ചൈൽഡ്ഹുഡ്. അതായത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള പീരീഡിനാണ് നമ്മൾ ഏർലി ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഇവിടെ നോർമലിയുള്ള കുട്ടികൾ നമുക്ക് എന്ത് കാണാൻ പറ്റും? അവര് ഇപ്പൊ ഗേൾ ആണെങ്കിൽ ആ ഗേളിന് ഇഷ്ടപ്പെട്ട കളികളായിരിക്കും, ജെൻഡർ ആയിട്ടുള്ള കളികളായിരിക്കും കൂടുതൽ കളിക്കാൻ നോക്കുക. അതായത് അമ്മയായിട്ട് കളിക്കാൻ നോക്കും, ടീച്ചറായിട്ട് കളിക്കാൻ നോക്കും, ഒരാള് പൈലറ്റായിട്ട് കളിക്കാൻ നോക്കും. അപ്പൊ ഗേൾസും ബോയ്സും തമ്മിലുള്ള പ്ലേസ് ഒക്കെ ഡിഫറൻസ് ആയിരിക്കും. അവരവിടെ പ്രൈവസീനെ കാര്യങ്ങളൊക്കെ അണ്ടർസ്റ്റാൻഡ് ചെയ്തുകൊണ്ടായിരിക്കും ജെൻഡർ ഡിഫറൻസ് മനസ്സിലാക്കിക്കൊണ്ട് അല്ലെങ്കിൽ ജെൻഡർ ഡിഫറൻസിലായിട്ടുള്ള കളികളായിരിക്കും ഈ ഒരു ഏരിയയിലുള്ള ഈ ഒരു കാറ്റഗറിയിലുള്ള കുട്ടികൾ കളിച്ചുകൊണ്ടിരിക്കാം. ഇവിടെ എത്തുന്ന സമയത്ത് ഡിസബിലിറ്റി കുട്ടികളിൽ എത്തുന്ന സമയത്ത് ക്യൂരിയോസിറ്റി ഒക്കെ ഉണ്ടാവും. പക്ഷെ ഇവര് ഞാൻ ആണാണ് അല്ലെങ്കിൽ പെണ്ണാണ്, ഞാൻ കളിക്കുന്നത് പെൺകുട്ടി കളിക്കുന്ന കളിയാണ് അല്ലെങ്കിൽ ആൺകുട്ടി കളിക്കുന്ന കളിയാണെന്നൊക്കെ ഇതുള്ളത് എന്തായിരിക്കും? നല്ല രീതിയിൽ ലാഗ് ആയിരിക്കും. അതുപോലെ തന്നെ പബ്ലിക് ഏതാണ്, പ്രൈവറ്റ് ബിഹേവിയർ ഏതാണെന്നുള്ള ഡിഫറൻസ് ഒന്നും ഈ കുട്ടികൾക്ക് പൊതുവെ മനസ്സിലാവില്ല. ആ ഒരു ഡിസ്റ്റിങ്വിഷ് ചെയ്യാനുള്ള മനസ്സിലാക്കാനുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഇവിടെ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറഞ്ഞാൽ അടുത്ത കാറ്റഗറി 7 വയസ്സ് മുതൽ 11 വയസ്സ് വരെയുള്ളത്. ഇവിടെ എന്തായിരിക്കും? നോർമലി ഉള്ള കുട്ടികൾ നമ്മൾ ഈ ഫ്രണ്ട്ഷിപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അതുപോലെ തന്നെ ജെൻഡർ റോൾസ് ഇതാക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇൻട്രസ്റ്റ് കാണിക്കുന്ന ഒരു ഏരിയയിലാണ്. അതുപോലെ തന്നെ അവരുടെ ബോഡി ഇമേജസ്, ബൗണ്ടറീസ്, പുതിയ റീപ്രൊഡക്ഷനെ പറ്റിയിട്ട്, അതായത് അവരുടെ ബോഡിയിൽ ഉണ്ടാകുന്ന മാറ്റങ്ങളെ പറ്റിയിട്ടൊക്കെ അവർ ലേൺ ചെയ്ത് തുടങ്ങുന്ന ഒരു ടൈമാണ്. ഇവിടെ അവർ ഏറ്റവും കൂടുതൽ കമ്പനി ആവാൻ നോക്കുക സെയിം ജെൻഡർ ഉള്ള ആൾക്കാരുടെ അടുത്തായിരിക്കും. നിങ്ങൾ യൂഷ്വലി ഇപ്പം 7 വയസ്സുള്ള ഒരു കുട്ടീൻ്റെ അടുത്ത്, എല്ലാവരും എന്ന് പറയുന്നില്ല, ചില കുട്ടികളുടെ അടുത്ത് ഇപ്പൊ ആൺകുട്ടീൻ്റെ അടുത്ത് നിന്റെ ക്ലാസ്സിലെ പെൺകുട്ടീൻ്റെ അടുത്ത് നീ മിണ്ടാറില്ല എന്ന് ചോദിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പറയില്ല, ഞാൻ മിണ്ടാറില്ല, എനിക്ക് ബോയ്സ് ആണ് കൂടുതൽ കമ്പനി എന്നുള്ളത്. ആ ഒരു ഏജ് കാറ്റഗറിയാണ് ഈ മിഡിൽ ചൈൽഡ്ഹുഡ് എന്ന് പറയുന്നത്. ഈ ഒരു ഡിസബിലിറ്റി മേഖലയിൽ എത്തുന്ന സമയത്ത് അവർക്ക് എന്താണ് ഈ ഒന്നും കൂടി ഡിലേഡ് ആവും. ഓരോ ചൈൽഡ്ഹുഡിൽ അല്ലെങ്കിൽ ഓരോ ടൈം പീരീഡിൽ കാണിക്കേണ്ട ബിഹേവിയേഴ്സ് എല്ലാം ഇവരുടെ കാണിച്ചുകൊണ്ടിരിക്കുക. നമ്മൾ നേരത്തെ കാണിക്കുന്ന, അതായത് ഏർലി ചൈൽഡ്ഹുഡിൽ കാണിക്കുന്ന ബിഹേവിയർ ആയിരിക്കും ഈ കുട്ടി മിഡിൽ ചൈൽഡ്ഹുഡിൽ എത്തുന്ന സമയത്ത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഈ പ്രൈവസി എന്താണ്, ടച്ച് എന്താണെന്നുള്ള കാര്യങ്ങൾ കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ട ഒരു ടൈം ആയിരിക്കും. കാരണം ഈ കുട്ടികളുടെ പ്രൈവറ്റ് പാർട്ട് ഏതാ അല്ലെങ്കിൽ കണ്ണേതാ മൂക്കേതാന്ന് ഈ കുട്ടിക്ക് അറിയണ്ടാവില്ല, അത്രയും ഡിലേഡ് ആയിരിക്കും. അതുപോലെ തന്നെ വൾണറബിൾ ആയിട്ട് ഈ കുട്ടീനെ അബ്യൂസ് ചെയ്യാനുള്ള ചാൻസും കൂടെ ഈ ഒരു ഏജ് കാറ്റഗറിയിൽ കാണാൻ പറ്റും. പിന്നെ നമ്മൾ പോകുന്നത് അഡോളസൻസിലേക്കാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള ഒരു ഏജ് കാറ്റഗറിനെയാണ് നമ്മൾ അഡോളസൻസ് എന്ന് പറയുന്നത്. ഇവിടെയാണ് ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഇഷ്യൂസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നത്. ഇപ്പൊ സ്കൂൾ തലത്തിലാണെങ്കിൽ പോലും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും പ്രശ്നങ്ങളും ഒക്കെ അഡ്രസ് ചെയ്ത് പോകുന്നത് ഈ ഒരു ഏജ് ഗ്രൂപ്പിലാണ്. 12 to 18 വയസ്സ് മുതൽ ഇവിടെ പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യും. പ്യൂബേർട്ടി പീരീഡ് എന്ന് പറയുന്ന സമയത്ത് ഫിസിക്കലിയും അതുപോലെ തന്നെ സെക്ഷുവലിയും ഒക്കെ ഇമോഷണലിയും ഒക്കെ ഒരുപാട് ചേഞ്ചസ് വരുന്നൊരു ഏജ് ഗ്രൂപ്പാണ്. കുട്ടികൾക്ക് പ്രണയം തോന്നാം, കുട്ടികൾക്ക് ബോഡി പാർട്സിൽ ഡെവലപ്മെന്റ്സ് ഉണ്ടാക്കാം, പ്രൈവറ്റ് പാർട്ടിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാക്കാം, പ്യൂബിക് ഹെയർ അണ്ടർഗ്രൗണ്ട് ഹെയർസ് ഒക്കെ ഡെവലപ്പ് ചെയ്യാം, ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ടാക്കാം, ടെസ്റ്റോസ്റ്ററോണിന്റെ അല്ലെങ്കിൽ പീനസിന്റെ ഇതിലെ ചേഞ്ചസ് വന്നു തുടങ്ങും. അതുപോലെ തന്നെ വജൈന, അതുപോലെ തന്നെ പല കാര്യങ്ങളും പെൺകുട്ടികളെ അഡ്രസ് ചെയ്ത് പോകുന്നതും മെൻസസ് ആവുന്നതും മാസ്ട്രുബേഷൻ ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്ത് പോകുന്നതുമായിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണിത്. അവിടെ കുട്ടികൾ പ്രണയിക്കാൻ തുടങ്ങുന്നു, അവർക്ക് കുറച്ചും കൂടെ പ്രൈവസി അല്ലെങ്കിൽ കുറച്ചും കൂടെ ഇൻഡിപെൻഡന്റ് ആവണം, എന്റെ കാര്യങ്ങൾ ഒരു ഏജ് ഗ്രൂപ്പ് എല്ലാവർക്കും അറിയുന്നത് പോലെ തന്നെ. നമ്മളൊരു ഡിസബിലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ ഒരു ഏജ് കാറ്റഗറിയിൽ നമ്മൾ കണ്ടുവരുന്നത്. അവർക്ക് എന്തുണ്ടാവുന്നുണ്ട്, 6-ലായിരിക്കും അല്ലെങ്കിൽ 7-ലായിരിക്കും
ശാരീരികമായിട്ട് എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും പ്രഷറും കാര്യങ്ങളൊക്കെ ആ കുട്ടികൾക്ക് അനുഭവിക്കുന്ന ഒരു കാറ്റഗറി. അതുപോലെ തന്നെ ഇമോഷണൽ മെച്യൂരിറ്റി ഒക്കെ അവിടെ ഭയങ്കര സ്ലോ ആയിരിക്കും. പക്ഷെ ഫിസിക്കലി ഉണ്ടാകുന്ന മറ്റുള്ള കുട്ടികളെ പോലെ തന്നെ എല്ലാ ചേഞ്ചസും ഈ മക്കൾക്കും ഉണ്ടാവും. അവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ സ്ട്രഗിൾ ചെയ്യുന്നത്. ഇവരുടെ ഫീലിങ്സ് എന്താണ് ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സമയം. ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ പിയർ പ്രഷർ ഒന്നും ഇവർക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അതിലൊക്കെ അവർക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടായിരിക്കും. ഈ ഒരു കാറ്റഗറിയിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഗൈഡൻസ് വേണ്ടി വരും. കൺസിസ്റ്റന്റ് ആയിട്ട് നമ്മൾ ഈ കുട്ടികളെ ഗൈഡ് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരും. അവരെ സേഫ്റ്റി നമ്മൾ നോക്കേണ്ടി വരും. അവരാരെങ്കിലും അബ്യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടി വരും. ഏറ്റവും ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പാണ് ഈ അഡോളസൻസ് എന്ന് പറയുന്നത്. അഡൽട്ട്ഹുഡ് 18 വയസ്സിന്റെ മേലോട്ടുള്ളതില്. അപ്പൊ ഇവിടെ നമ്മൾ സെക്ഷൽ ഐഡന്റിറ്റി ഒക്കെ ഡെവലപ്പ് ആയിട്ടുണ്ട്. ഞാൻ ആണാണ്, പെണ്ണാണ്, അല്ലെങ്കിൽ ഞാൻ ഹെട്രോ ആണ്, ഞാൻ ഹോമോ ആണ്, എന്റെ ഇന്റിമേറ്റ് റിലേഷൻഷിപ്പ് എന്താണ്, എനിക്കൊരു ബോയ് ഫ്രണ്ട് ഉണ്ട്, ഗേൾ ഫ്രണ്ട് ഉണ്ട്, എനിക്ക് ഇനി ഒരു പാർട്ട്ണറിനെ വേണം എന്നുള്ള ഒരു ചോയ്സ് ഒക്കെ വന്നു തുടങ്ങി. റിലേഷൻഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്യാൻ, ഇഷ്ടപ്പെട്ട റിലേഷൻഷിപ്പ് ചൂസ് ചെയ്യാനുള്ള ഒരു കാപ്പബിലിറ്റി ആയി, ഒരു പാരന്റിംഗിലേക്ക് പോകുന്നു, ഒരു കരിയർ ഡെവലപ്പ് ചെയ്യുന്നു, ഒരു ഹെൽത്ത് എന്താ പറയുക സെക്ഷുവൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് അവെയർ ആണ്, അതിനെപ്പറ്റി ഹെൽത്തി സെക്ഷൽ ഹാബിറ്റ്സ് നമുക്ക് ഉണ്ടാവുന്നത്. നമ്മളൊന്നും കൂടെ മെച്ചുവേർഡ് ആയി എല്ലാ തരത്തിലും, ഫിസിക്കലി, മെന്റലി, ഇമോഷണലി ഒക്കെ ഇവിടെ മെച്ചുവേർഡ് ആവും. 18 ആൻഡ് എബോവ് എന്ന് പറയുന്നത്. ഇവരെ സംബന്ധിച്ചിടത്തോളം, ഡിസബിലിറ്റിയിലെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആ ഒരു സ്റ്റിഗ്മയിൽ ഇവർ ഫേസ് ചെയ്തുകൊണ്ട് നിൽക്കും. ഇവർക്ക് ലിമിറ്റഡ് ഓപ്പർച്യൂണിറ്റി മാത്രമേ ഉള്ളൂ. ഇവരെ സെക്ഷുവാലിറ്റി എന്താന്നുള്ള കാര്യങ്ങൾ ഇവർ എക്സ്പ്ലോർ ചെയ്യാൻ ഇവർക്ക് ഒരാളെ സഹായം വേണം. ഇവരെ സേഫ്റ്റി ഇവർക്ക് എൻഷുവർ ചെയ്യണം. അതുപോലെ തന്നെ ഇന്റിമസി കാര്യങ്ങളിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ട് വരുന്ന ഒരു ഏരിയ ആണ്. നോർമൽ കുട്ടികളും ഇവിടെ ഞാനിത് ഡിസ്കസ് ചെയ്യാൻ കാരണം ഇത് സെക്ഷൽ ഡെവലപ്മെന്റൽ സ്റ്റേജസ് ആണ്. അപ്പോൾ നമ്മൾ ഈ ഓരോ ഏജിലും ഉണ്ടാകുന്ന ചേഞ്ചസ് ഈ ഡിസബിലിറ്റി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഡിലേഡ് ആണ്. ഡിലേഡ് ആയതിനെ കൊണ്ട് തന്നെയാണ് നമ്മൾ ഇപ്പം സ്ട്രഗിൾ ചെയ്യുന്നതും. ഏറ്റവും കൂടുതൽ അഡ്രസ് ചെയ്യപ്പെടുന്ന ഒരു ഇഷ്യൂസ് എന്ന് പറയുന്നത് അഡോളസൻസിൽ ഉണ്ടാവുന്ന പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് ആയിരിക്കും, അല്ലെങ്കിൽ പലതരത്തിലുള്ള ക്ലാസ് റൂമിൽ അല്ലെങ്കിൽ വീട്ടിലുണ്ടാവുന്ന ഈ സെക്ഷൽ ബിഹേവിയേഴ്സ് ആയിരിക്കും. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഈ കുട്ടികൾക്ക് അവരുടെ ബോഡിയിൽ എന്താണ് നടക്കുന്നത്, അവരുടെ ഹോർമോൺസ് എന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്, അവരുടെ ഫീലിങ്സ് എന്താണെന്ന് ഈ കുട്ടികൾക്ക് മനസ്സിലാവുന്നില്ല. ആ മനസ്സിലാവാത്തത് കൊണ്ടാണ് ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് വരുന്നത്. നമുക്ക് അങ്ങോട്ട് നോക്കാം അതിന് എന്തൊക്കെ സ്ട്രാറ്റജീസ് ആണ് നമുക്ക് എടുക്കാൻ പറ്റുക എന്നുള്ളത്. അവരെ മിസ്യൂസ് ചെയ്യുന്നതൊക്കെ ഭയങ്കര കൂടുതലാണ്. ഏറ്റവും കൂടുതൽ എന്താണ് റേപ്പിനും അതുപോലെ തന്നെ അൺപ്ലാൻഡ് ആയിട്ടുള്ള ആരെങ്കിലും മിസ്യൂസ് ചെയ്തതിനെ കൊണ്ടുണ്ടാവുന്ന പ്രഗ്നൻസി, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് ഇഷ്യൂസ്, എങ്ങനെയാണ് ഈ കുട്ടിക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഈ ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുക എന്നുള്ള കാര്യത്തിലൊക്കെ നല്ല രീതിയിൽ ബുദ്ധിമുട്ടുന്ന ഒരു ഏരിയയും കൂടിയാണ്. നമുക്കറിയാം ഏറ്റവും ഇപ്പം റീസെന്റ് നടന്ന റിസർച്ചിൽ പോലും ഏറ്റവും കൂടുതൽ സെക്ഷൽ അബ്യൂസ് നടന്നിരിക്കുന്ന ഭിന്നശേഷി കുട്ടികളിലാണ്. കാരണം പലരുടെയും ചിന്ത അവർക്കൊന്നും അറിയില്ല, അതുകൊണ്ട് നമുക്ക് എന്തും ചെയ്യാന്നുള്ളതാ. അവർക്ക് ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണെന്ന് ഈ മക്കൾക്ക് അറിയില്ല. അതുകൊണ്ട് തന്നെ ഏത് തരത്തിലാണ് ഈ കുട്ടികളെ മിസ്യൂസ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ വീട്ടിലുള്ള ഒരാൾ തന്നെ ആയിരിക്കാം ഈ കുട്ടീനെ എന്ത് ചെയ്യുന്നത്, മിസ്യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അതുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ സെക്ഷൽ അബ്യൂസ് ഇവിടെ കാണുന്നത്. ഈ കുറച്ച് മിക്സ് ആൻഡ് ഫാക്ട്സ് ഉണ്ട്. ഭിന്നശേഷി കുട്ടികളെ സംബന്ധിച്ചിടത്തോളം നോർമലി സൊസൈറ്റി തിങ്ക് ചെയ്യുന്നതെന്ന് പറയുന്നത് ഒരു സെക്ഷൽ ആണെന്ന്. അതായത് അവർക്ക് സെക്ഷൽ തോട്ട്സ് ഒന്നുമില്ല, വികാരങ്ങളൊന്നുമില്ല, ആ ഒരു ടൈപ്പ് ആണെന്ന്. അങ്ങനെയല്ല, നമുക്കുള്ളതുപോലെ തന്നെ സെയിം റേഞ്ച് ഓഫ് എന്താ പറയുക, നമുക്ക് ഓപ്പോസിറ്റ് സെക്സിനോട് അല്ലെങ്കിൽ നമുക്കൊരു നീഡ് വേണ്ട സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള ഇമോഷൻസും ഈ കുട്ടികൾക്കും ഉണ്ട്. ഇവർക്ക് അതെങ്ങനെ പ്രോപ്പറായിട്ട് അഡ്രസ് ചെയ്യാൻ അറിയില്ല. ഇവരുടെ ബോഡിയിൽ നടക്കുന്ന ഫീലിങ്സ് എന്താണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ആ ഒരു പ്രശ്നം മാത്രമാണ്. നമുക്ക് ഉണ്ടാവുന്ന അല്ലെങ്കിൽ നോർമൽ പീപ്പിളിന് ഉണ്ടാവുന്ന എല്ലാ തരത്തിലുള്ള മെന്റൽ ഹോർമോൺ ഡെവലപ്മെന്റ്സ് ഉണ്ട്, ഫിസിക്കലിന്റെ ഡെവലപ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഈ കുട്ടികൾക്കുണ്ട്. ഈ കുട്ടികൾ അല്ലെങ്കിൽ ഈ ഭിന്നശേഷി കാറ്റഗറിയിലെ ആളുകൾ ഫേസ് ചെയ്യുന്നത് ബ്രെയിൻ ഡെവലപ്മെന്റിനെയാണ്, അല്ലാണ്ട് ഫിസിക്കലിയുള്ള ഡെവലപ്മെന്റിനല്ല. അപ്പോൾ അവർക്കുണ്ടാവുന്ന അവരെ സെക്ഷൽ അല്ല, മറിച്ച് അവർ ഹെട്രോ ആണ്, ഹോമോ ആണ്, ബൈസെക്ഷൽ ആയിരിക്കാം, ട്രാൻസ്ജെൻഡർ ആയിരിക്കാം. അതേ സെക്ഷൽ ഏർജും കാര്യങ്ങളും ഫീലിങ്സും ഒക്കെ ഈ ഒരു കാറ്റഗറിയിലെ ആളുകൾക്കും ഉണ്ട്. അവർക്ക് സെക്സ് എഡ്യൂക്കേഷൻ വേണ്ട. നമ്മുടെ സൊസൈറ്റി വിചാരിക്കുന്നത് ഈ കുട്ടികൾക്ക് എന്തിനാണ് സെക്സ് എഡ്യൂക്കേഷൻ വേണ്ടത്, ഒരു നോർമൽ കുട്ടിക്കല്ലേ, ഈ ഭിന്നശേഷി കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുത്തിട്ട് എന്താണ് കാര്യം. എന്നാൽ അങ്ങനെയല്ല. അവർക്കാണ് ഏറ്റവും കൂടുതലും പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ക്ലിയർ കട്ട് ആയിട്ടുള്ള കൊടുക്കേണ്ടത്. അവർക്ക് അവരുടെ ലെവൽ മനസ്സിലാക്കിക്കൊണ്ട് ആ കുട്ടിയുടെ ഐക്യം മനസ്സിലാക്കി
ഏത് കാറ്റഗറി ആണ് ഉള്ളതെന്ന് മനസ്സിലാക്കിക്കൊണ്ട് പ്രോപ്പർ ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ നമ്മൾ ആ കുട്ടിക്ക് കൊടുക്കണം. അതുപോലെ തന്നെ ഈ ഒരു സൊസൈറ്റി വിചാരിച്ചുകൊണ്ടിരിക്കുന്നത് അൺസേഫ് ആണ് ഒരു റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്, അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഉണ്ടാവുന്നത്. എന്നാൽ അങ്ങനെയല്ല, നമുക്കൊരു സേഫ് ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള മീനിങ് ഫുൾ റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും ഈ കുട്ടികളിൽ. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു സെക്ഷുവാലിറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടിക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കുട്ടി ഒന്നും കൂടെ വേഴ്സ് കണ്ടീഷൻ ആവും, അതായത് ഒന്നും കൂടെ മോശമാവും. കൂടുതൽ ആ കുട്ടി സെക്ഷൽ ബിഹേവിയേഴ്സ് കാണിക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കൂടുതൽ ആ കുട്ടി സെക്ഷൽ നീഡിന് വേണ്ടി ഓരോന്ന് കാണിക്കും എന്നുള്ള രീതിയിലുള്ള ടോക്കും കാര്യങ്ങളും തോട്ടൊക്കെയാണ് സൊസൈറ്റിക്കുള്ളത്. എന്നാൽ അത് അങ്ങനെയല്ല. ആക്യുറേറ്റ് ആയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് കൊണ്ട് ആ കുട്ടികളെ സെക്ഷൽ അബ്യൂസിൽ നിന്ന് നമുക്ക് പ്രിവെന്റ് ചെയ്യാൻ പറ്റും. ബൗണ്ടറീസ് നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റും. അതിലൂടെ എന്ത് സംഭവിക്കുന്നുണ്ട്, ആ കുട്ടികളെ അബ്യൂസിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടുത്താൻ പറ്റും. അതുപോലെ തന്നെ ഈ ഡിസബിലിറ്റി ഉള്ള കുട്ടികളെ ഒരു കൺസെന്റും ഇല്ലാണ്ട് നമുക്ക് എന്തും ചെയ്യാന്നുള്ളൊരു മൈൻഡ് തോട്ടാണുള്ളത്. അങ്ങനെയല്ല. നമ്മളിപ്പോൾ കൺസെന്റിനെ പറ്റി പഠിപ്പിച്ചു കൊടുത്തിട്ടും വലിയ കാര്യമൊന്നുമില്ല, ഈ കുട്ടികൾക്ക് അതെങ്ങനെയാണ് അഡ്രസ് ചെയ്യാൻ അറിയില്ല. അങ്ങനെയല്ല, കുട്ടികളെ പ്രോപ്പർ ആയിട്ട് കൺസെന്റ് എന്ന് പറയുമ്പോൾ ഒരു സ്പെക്ട്രം, അതുപോലെ തന്നെ കുട്ടികളെ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഒരു കാര്യം പഠിപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ടൈം കൺസ്യൂമിങ് ആണ്, ഭയങ്കര റിസ്ക് ആണ്, അവർക്കത് നോ പറയാനുള്ളത് വരെ നമുക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ പറ്റുമെന്നാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സിമ്പിൾ അല്ല. ഞാനിപ്പം പറഞ്ഞ ഓരോ സ്റ്റേജിലുള്ള ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ആ ഡെവലപ്മെന്റിന് നമ്മൾ എടുക്കുന്ന ഇനീഷ്യേറ്റീവ് ആയിക്കോട്ടെ, ഒക്കെ ടാസ്ക് ആണ്. ടാസ്കിന്റെ കൂടുതൽ നമുക്ക് ടൈം കൺസ്യൂമിംഗ് ആണ്. പക്ഷെ നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ തന്നെ ഒരുപാട് മിറാക്കിൾ ചേഞ്ചസ് കുട്ടികളുടെ ബിഹേവിയറിൽ കൊണ്ടുവന്ന ആളുകളാണ്. അറ്റൻഷൻ ഇല്ലാത്തൊരു കുട്ടിക്ക് നിങ്ങൾ എഫേർട്ട് എടുത്ത്, സിവിയർ കേസൊക്കെ ആണെങ്കിൽ സിറ്റിംഗ് ടോളറൻസ് ഇല്ലാത്തൊരു കുട്ടി, നിലത്തിരിക്കുന്ന കുട്ടി ആയിരിക്കാം, നിങ്ങൾ അത്രയും എഫേർട്ട് എടുത്ത് റിപ്പീറ്റഡ് ആയിട്ട് ചെയ്ത് കുട്ടി ഇപ്പൊ കസേരയിൽ ഇരുന്ന് പഠിച്ചിട്ടുണ്ടാവും. അതുപോലെ നിങ്ങൾ റിപ്പീറ്റഡ് ആയിട്ട് എഡ്യൂക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ കുട്ടിക്ക് നോ എന്നും ആ കുട്ടി എന്താണ് ചെയ്യേണ്ടതെന്നും ഒരു പരിധി വരെ കുട്ടിക്ക് പഠിക്കാൻ പറ്റും. പിന്നെ ഒരു ഏരിയ ആണ് ലീഗൽ ആൻഡ് എത്തിക്കൽ കൺസിഡറേഷൻ. സെക്സ് എഡ്യൂക്കേഷനിൽ നമുക്ക് കുറെ എത്തിക്സ് ഉണ്ട്, നമുക്ക് കുറച്ച് ലീഗൽ ഏരിയാസ് ഉണ്ട്. ഒരു കുട്ടിയെ മിസ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കുട്ടീനെ സെക്ഷലി ഹറാസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവർക്ക് വേണ്ടിയിട്ടുള്ള കുറെ നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പെട്ടതാണ് RPWD ആക്ട് വരുന്നുണ്ട്, പോസ്കോ ആക്ട് വരുന്നുണ്ട്, അതുപോലെ തന്നെ മെന്റൽ ഹെൽത്ത് കെയർ ആക്ട് വരുന്നുണ്ട്. ഇത് ജസ്റ്റ് ഇവിടെ മെൻഷൻ ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഇവരെ തൊട്ടത് കൊണ്ട്, അല്ലെങ്കിൽ ഈ ഒരു ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ ആർക്കും എന്തും ചെയ്യാമെന്നുള്ളതൊന്നുമില്ല. നമുക്ക് നിയമത്തിന്റെ സൈഡിൽ പോയി കഴിഞ്ഞാലും അവരുടെ ഡിഗ്നിറ്റിക്ക് വേണ്ടിയിട്ട്, അവരുടെ പ്രൈവസിക്ക് വേണ്ടിയിട്ട്, അവരെ അബ്യൂസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒക്കെ എന്തുണ്ട്, നിയമങ്ങളുണ്ട്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്യേണ്ട കുറച്ച് എത്തിക്സ് ഉണ്ട്. നമ്മളിപ്പോൾ ഏത് പ്രൊഫഷനിൽ കയറി കഴിഞ്ഞാലും അവിടെ കുറച്ച് നമുക്ക് എത്തിക്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ എത്തിക്സ് എന്തിലും വരുന്നുണ്ട്, സെക്സ് എഡ്യൂക്കേഷനിലും വരുന്നുണ്ട്. നിങ്ങൾ ഈ കുട്ടികൾ, നിങ്ങളുടെ മുമ്പിൽ ഇരിക്കുന്ന കുട്ടികളുടെ എന്താണ് അവരുടെ ഇൻഡിവിജ്വൽ റൈറ്റ് ആണ് എന്നുള്ള കാര്യം നിങ്ങൾ മനസ്സിലാക്കണം. റെസ്പെക്ട് ചെയ്യണം കുട്ടികളെ. റെസ്പെക്ട് ആൻഡ് ഡിഗ്നിറ്റി എന്ന് പറഞ്ഞിട്ടുള്ളത്, അതായത് അവരുടെ സെക്ഷുവാലിറ്റി അവർ എക്സ്പ്രസ് ചെയ്യുന്ന സമയത്ത് അതൊരു ഇൻഡിവിജ്വലിന്റെ റൈറ്റ് ആണ്. എനിക്കുള്ളത് പോലെ തന്നെ ഈ കുട്ടികൾക്കും, ഭിന്നശേഷിയിൽ ഭിന്നരായിട്ടുള്ള ഈ മക്കൾക്കും എന്തുണ്ട്, അവരുടെ സെക്ഷുവാലിറ്റി എക്സ്പ്രസ് ചെയ്യാനുള്ള റൈറ്റ് ഉണ്ടെന്നുള്ളത് നിങ്ങളും കൂടെ ഓർക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. അതുപോലെ തന്നെ ഇൻഫോംഡ് കൺസെന്റ് അടുത്തത് വരുന്നത്. പിന്നെ വരുന്നത് കോൺഫിഡൻഷ്യാലിറ്റി. കുട്ടികള് നിങ്ങളിൽ ഒരു ട്രസ്റ്റ് ഉണ്ടായിരിക്കണം. നിങ്ങളുടെ അടുത്ത് പറയുന്ന കാര്യങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളിപ്പോ ഒരു കുട്ടീനെ മിസ്യൂസ് ചെയ്തെന്ന് പറഞ്ഞിട്ട് പാരന്റ് വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ചിലപ്പോൾ ഒരു കുട്ടീനെ മിസ്യൂസ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വന്ന് പറയുന്നുണ്ടാവും, എന്നെ ഇങ്ങനെ വീട്ടിൽ നിന്ന് എൻ്റെ അച്ഛൻ്റെ അനിയൻ ഇങ്ങനെ തൊട്ടു, അല്ലെങ്കിൽ എൻ്റെ അച്ഛൻ ഇങ്ങനെ തൊട്ടു, ഇങ്ങനെ വന്ന് പറയുന്ന സമയത്ത് അവിടെ നിങ്ങളൊരു കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നിങ്ങൾ അത് പോയിട്ട് സൊസൈറ്റിയുടെ മുമ്പിൽ അല്ലെങ്കിൽ വേറൊരു പാരന്റിന്റെ അടുത്ത് അങ്ങനെയൊന്നും പോയി പറയരുത്. അവിടെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ, ഇപ്പൊ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പ്രോപ്പറായിട്ട് നിങ്ങളൊരു ചാനലിൽ പോകണം, നിങ്ങൾ തെറാപ്പിസ്റ്റിനെ ഇൻഫോം ചെയ്യണം, അതുപോലെ തന്നെ ചൈൽഡ് ലൈനിൽ പോകണം, അവിടെ അത് പോകാം. മറിച്ച് ആ കുട്ടിയുടെ സെക്സിനെ ഇതാക്കുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ കോൺഫിഡൻഷ്യാലിറ്റി മെയിൻറ്റെയിൻ ചെയ്യണം. നാട് മൊത്തം പാടി നടക്കരുത്, അതാണ് ഉദ്ദേശിച്ചത്. നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. നമുക്ക് കുറെ കൾച്ചർ ഉണ്ടാവും, നമുക്ക് കുറെ ബിലീഫ് ഉണ്ടാവും, നമുക്ക് കുറെ വാല്യൂസ് ഉണ്ടാവും, അല്ലെ? നമുക്ക് പേഴ്സണൽ ആയിട്ട് കുറെ സാധനങ്ങൾ ഉണ്ടാവും. നമ്മൾ ഈ ഒരു ഭിന്നശേഷി ഏരിയയിലേക്ക് വരുന്ന സമയത്ത് ഈ സാധനങ്ങളിലൊന്നും നമുക്ക് നിൽക്കാൻ പറ്റില്ല. ഈ സാധനങ്ങളൊന്നും മൈൻഡിൽ വെച്ചുകൊണ്ടായിരിക്കരുത് നിങ്ങളെ മുമ്പിൽ ഇരിക്കുന്ന ഒരു കുട്ടീനെ നിങ്ങൾ ട്രീറ്റ് ചെയ്യേണ്ടത്, നിങ്ങളൊരു സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ അവരെ എംപവർ ചെയ്യണം, പ്രൊട്ടക്ട് ചെയ്യണം. അവർക്ക് പേഴ്സണൽ ബൗണ്ടറീസ് എന്താണെന്ന് പറഞ്ഞു കൊടുക്കണം. അതുപോലെ തന്നെ ഒരു കുട്ടീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, അവരെ സേവ് ചെയ്യണം. തുടർന്ന് നടപടികളിലേക്ക് നിങ്ങൾ പോകാൻ വേണ്ടി സപ്പോർട്ട് കൊടുക്കണം.
അവരെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങളിങ്ങനെ എഡ്യൂക്കേറ്റ് ചെയ്തുകൊണ്ടേയിരിക്കണം. ഇതൊക്കെയാണ് ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ഫോളോ ചെയ്ത് പോകേണ്ട എത്തിക്സും കാര്യങ്ങളൊക്കെ. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന്റെ റോൾ ഉണ്ട്. നിങ്ങളൊരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുകയാണെങ്കിൽ അതുപോലെ നിങ്ങൾ ഏറ്റവും സപ്പോർട്ടീവ് ആയിട്ടുള്ള ഒരു മാനറിൽ വേണം ഈ കുട്ടികളെ എന്ത് പഠിപ്പിച്ചു കൊടുക്കാൻ, സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ. ആ കുട്ടികളുടെ ബിഹേവിയറും അതുപോലെ തന്നെ സെക്ഷൽ ഡെവലപ്മെന്റും മനസ്സിലാക്കിക്കൊണ്ട് വേണം, ഒരു സപ്പോർട്ടീവ് മാനറിൽ വേണം നിങ്ങൾ ആ കുട്ടികളെ അത് എഡ്യൂക്കേറ്റ് ചെയ്ത് കൊടുക്കാൻ. ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള മാത്രമല്ല, ആ കുട്ടിയുടെ എബിലിറ്റി ലെവലും കൂടെ. നമുക്ക് കുട്ടീൻ്റെ ഒരു എബിലിറ്റി ലെവൽ ഉണ്ടാവും. ആ എബിലിറ്റി ലെവൽ സിവിയർ ഉള്ള ഒരു കുട്ടി, ഇപ്പൊ ഒരു 16 വയസ്സായിട്ടുണ്ട്, ആ കുട്ടിക്ക് നമ്മൾ പോയിട്ട് പബ്ലിക് ബിഹേവിയർ എന്താ, പ്രൈവറ്റ് ബിഹേവിയർ എന്താന്ന് പഠിപ്പിച്ചു കൊടുക്കുകയല്ല ആദ്യം വേണ്ടത്. ആദ്യം ആ സിവിയർ കേസ് നമ്മൾ എന്ത് നോക്കണം, ഈ കുട്ടിക്ക് സ്വന്തമായിട്ട് കുട്ടിയുടെ ബോഡി പാർട്സ് എങ്കിലും ഐഡന്റിഫൈ ചെയ്യാൻ അറിയൂ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ഏറ്റവും ബേസ് മുതൽ നോക്കണം. ആണേതാ പെണ്ണേതാന്ന് ഈ കുട്ടിക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ, അത് നോക്കിയിട്ട് വേണം നമ്മൾ ഏജ് അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കാൻ വേണ്ടിയിട്ട്. കുട്ടിക്ക് 16 വയസ്സുണ്ട്, അപ്പൊ കുട്ടീന്റെ എബിലിറ്റി എന്താണ്, കുട്ടിയുടെ ക്രൈറ്റീരിയ എന്താണ്, കുട്ടിയുള്ളത് മൈൽഡിലാണോ മോഡറേറ്റിലാണോ എന്ന് നോക്കാണ്ട് എന്ത് ചെയ്യരുത്, എഡ്യൂക്കേറ്റ് ചെയ്യാൻ പാടില്ല. അതുപോലെ തന്നെ ഇതൊരു നമ്മളൊരു മൾട്ടി ഡിസിപ്ലിനറി വർക്ക് ചെയ്യുന്ന, ഞാനിവിടെ നിങ്ങൾ എല്ലാവരും, അവിടെ തെറാപ്പിസ്റ്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫാമിലീസ് ഉണ്ട്, സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് ഉണ്ട്. ഇതൊക്കെ ആയിട്ടൊരു കുട്ടിക്ക് ഒരു യുണീക്ക് നീഡ് വേണമെങ്കിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റഡ് ആയിട്ടുള്ള ആരുടെ അടുത്ത് ഇൻഫോം ചെയ്യണം, സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് അല്ലെങ്കിൽ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റിന്റെ അടുത്തൊക്കെ നിങ്ങൾ ഇൻഫോം ചെയ്തിട്ട് ഒരു ഗ്രൂപ്പ് ഓഫ് ഡിസിഷൻ എടുത്തിട്ടാണ് ഒരു കുട്ടിയുടെ നീഡിൽ നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്നുള്ള കാര്യങ്ങൾ ചിന്തിക്കേണ്ടത്. അതുപോലെ തന്നെ ഒരു കുട്ടീനെ മിസ്യൂസ് ചെയ്യുന്നത് നിങ്ങൾ കണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലായി കുട്ടീനെ വൾണറബിൾ ആയിട്ട് വീട്ടിൽ നിന്ന് ഉപദ്രവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് കുട്ടിയുടെ ബാത്റൂമിൽ പോയ സമയത്തായിരിക്കാം പ്രൈവറ്റ് പാർട്ടിൽ ഒരു മാർക്ക് നിങ്ങൾ കാണുന്നത്, നിങ്ങൾക്ക് അവിടെ ചെക്ക് ചെയ്യുന്ന സമയത്ത് കുട്ടീനെ ആരോ വീട്ടിൽ നിന്ന് മിസ്യൂസ് ചെയ്ത പോലെ തോന്നുന്നു, അല്ലെങ്കിൽ കുട്ടീൻ്റെ വജൈനൽ ഏരിയയിൽ ഒരു റെഡ് കളർ തോന്നുന്നു, അല്ലെങ്കിൽ ആരോ അവിടെ ഹാം ചെയ്ത പോലെ തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ഇജാക്കുലേഷൻ നടന്നതുപോലെ തോന്നുന്നു. ആ ടൈമിൽ നിങ്ങൾ അപ്രോപ്രിയേറ്റ് ആക്ഷൻ എടുക്കണം, ചൈൽഡ് ലൈനിൽ പോകണം. ആ കാര്യങ്ങളൊക്കെ ആസ് എ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നുള്ള രീതിയിൽ നിങ്ങൾ ചെയ്തു പോകേണ്ട കാര്യങ്ങളാണ്. അത് പ്രോപ്പറായിട്ട് പാരൻസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യും കൂടെ വേണം. ഞാൻ ഈ പറയുന്നതൊക്കെ പറയുമ്പോൾ ഭയങ്കര സിമ്പിൾ ആയിരിക്കാം, പക്ഷേ ഒരു പ്രൊഫഷനിലേക്ക് കയറി വരുന്ന സമയത്ത് ഏറ്റവും കൂടുതൽ ടാസ്ക് ഉള്ളതും ബുദ്ധിമുട്ടുള്ളത് ഏരിയ. നിങ്ങൾക്ക് കുറേ ബാരിയേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതില് കുറച്ച് ബുദ്ധിമുട്ടുകൾ നമുക്കൊന്ന് അഡ്രസ് ചെയ്ത് പോവാം. പാരന്റ്സിന് കുറെ കാര്യങ്ങൾ ഉണ്ടാവും. ഈ ഒരു സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ, ഒരു സെക്ഷൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്ന, സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്ന സമയത്ത് എല്ലാവർക്കും പലതരത്തിലുള്ള ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പാരന്റ്സിന്റെ ബുദ്ധിമുട്ട് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് യൂഷ്വലി പറയുന്നത് അവർക്കറിയില്ല എന്താ പഠിപ്പിക്കേണ്ടത്, എങ്ങനെ തുടങ്ങണം, എവിടെ നിന്ന് തുടങ്ങണം, എന്ത് പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ആർക്കറിയില്ല, പാരന്റ്സിന് അറിയില്ല. അവർക്ക് പേടിയുണ്ട്, ഞാനിപ്പോ ഇത് പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് എങ്ങനെയുണ്ട് ചൈൽഡ് റെസ്പോണ്ട് ചെയ്യും, ഏതൊക്കെ രീതിയിലായിരിക്കും റെസ്പോണ്ട് ചെയ്യുക, അല്ലെങ്കിൽ ഇത് മോശമല്ലേ ഒരു കുട്ടീന്റെ സെക്സ് എഡ്യൂക്കേഷൻ അല്ലെങ്കിൽ ഒരു സെക്ഷുവാലിറ്റി ഒക്കെ വീട്ടിൽ പറയുന്നത്. അവർക്കൊരു ഓക്വേർഡ് ആവും, അവർക്ക് ഭയങ്കര തെറ്റാണെന്നുള്ളൊരു സാധനത്തിലേക്ക് അത് പോകും. ഞാനിപ്പോ ഇത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ സെക്ഷൽ ഏർജ് അല്ലെങ്കിൽ അവരുടെ സെക്ഷൽ ആക്ടിവിറ്റി, ചിലപ്പോൾ കുട്ടി വീട്ടിൽ നിന്ന് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കുട്ടിയായിരിക്കും, ഓപ്പൺ ആയിട്ട് മാസ്റ്റർബേറ്റ് ചെയ്യുന്ന കുട്ടിയായിരിക്കും, അച്ഛൻ്റെയും അച്ചാച്ചൻ്റെയും അമ്മമ്മേന്റെയും വീട്ടിലെ ഗസ്റ്റ് വന്നാൽ പോലും മാസ്റ്റർബേറ്റ് ചെയ്യുന്ന ഒരു കുട്ടിയായിരിക്കും. അവർ ചിന്തിക്കും ഞാൻ ഈ കുട്ടിക്ക് പ്രോപ്പറായിട്ട് പറഞ്ഞു കൊടുത്താൽ ചിലപ്പോൾ അതിന്റെ ഇന്റൻസിറ്റി കൂടും, അപ്പൊ അത് തെറ്റല്ലേ എന്നുള്ളൊരു സാധനം. പിന്നെ ഏതൊരു പാരന്റിനെ സംബന്ധിച്ചിടത്തോളം, ഭിന്നശേഷി കുട്ടികളുടെ നിങ്ങൾ ഏത് പാരന്റിനെ എടുത്തു കഴിഞ്ഞാലും എന്റെ കുട്ടി, ആ കുട്ടീന്റെ ഏജ് മാത്രമല്ലേ ഡെവലപ്പ് ആവുന്നുള്ളൂ, എന്റെ കുട്ടി ഇപ്പോഴും ചെറുതല്ലേ എന്നാ പറയാം. അത് ചെറുതല്ല, അവര് ബുദ്ധിപരമായിട്ടുള്ള ഡെവലപ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. 35 വയസ്സുള്ള ഒരു കുട്ടീനായിരിക്കും പറയാവോ എന്റെ കുട്ടി ചെറുതാണെന്നുള്ളത്. അപ്പൊ അവന് സെക്സ് എഡ്യൂക്കേഷൻ ഒന്നും വേണം, അതൊക്കെ തെറ്റാണ്. ഈവൻ സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് സൈക്കോളജിസ്റ്റ് ചോദിക്കുകയാണ്, നിങ്ങൾ ഏതെങ്കിലും തരത്തിലുള്ള സെക്ഷൽ ബിഹേവിയേഴ്സ് വീട്ടിൽ നിന്ന് കാണിക്കുന്നുണ്ട് എന്ന് പറയാം. പാരന്റിന് ചില സമയത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പറയാന്, എന്റെ കുട്ടീനെ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. പാരന്റ് തിങ്ക് ചെയ്യുന്നതൊക്കെ മോശമാണെന്നോ, എന്റെ കുട്ടി എന്നുള്ളൊരു സാധനത്തിലേക്കാണ് പോകുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 6 വയസ്സ് 4 വയസ്സുള്ള കുട്ടിയാണെന്നുള്ളത്, അവരുടെ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇവർ വാല്യൂ ചെയ്യുന്നില്ല, അല്ലെങ്കിൽ ഫിസിക്കൽ ഡെവലപ്മെന്റിനെ ഇവർ കാണുന്നില്ല. മറിച്ച് ഈ കുട്ടി എന്നും ചെറുതാണെന്നുള്ള ഒരു മൈൻഡ് സെറ്റ് ആയിട്ട് നടക്കുന്നതാണ് ഭൂരിഭാഗം പാരന്റ്സും. അതുകൊണ്ട് തന്നെ സെക്ഷൽ എഡ്യൂക്കേഷൻ, സെക്സ് എഡ്യൂക്കേഷൻ ഇവർക്ക് വേണ്ടാന്നുള്ളൊരു സാധനമാണ് ഇവർക്കുള്ളത്. അതുപോലെ തന്നെ ഞാനിപ്പോൾ ഇത് പറഞ്ഞു കൊടുക്കുന്ന എൻ്റെ ഫാമിലീസിന്, അല്ലെങ്കിൽ ഫാമിലിയിൽ ഉണ്ടാകുന്ന കൾച്ചർ, വാല്യൂസ്, ബിലീഫ് ഒക്കെ ഉണ്ടാവും, അതിനൊക്കെ അത്
തെറ്റല്ലേ? എങ്ങനെയാണ് ഒരു അമ്മ പോയിട്ട് ഒരു കുട്ടീനെ മാസ്ട്രുബേറ്റ് ചെയ്ത് കൊടുക്കുക? എങ്ങനെയാണ് ഒരു അമ്മ പോയിട്ട് കുട്ടീൻ്റെ അടുത്ത് ഇതിങ്ങനെയല്ല, അത് ഒരു അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണെന്ന് പറഞ്ഞു കൊടുക്കുക? അതൊക്കെ തെറ്റല്ലേ? ആ ഒരു സാധനങ്ങളൊക്കെ. അതുപോലെ തന്നെ ഇത് എൻ്റെ റെസ്പോൺസിബിലിറ്റി അല്ല. വേഗം എന്ത് ചെയ്യും? പാരന്റ് ടീച്ചേഴ്സിൻ്റെ അടുത്ത് കൊണ്ടു കൊടുക്കും, സ്കൂളിൽ ഏൽപ്പിക്കും. ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പറയും, ടീച്ചറെ എൻ്റെ കുട്ടി ഇന്ന് വീട്ടിൽ നിന്ന് ഇങ്ങനെ കാണിച്ചിട്ടുണ്ട്, നിങ്ങളത് മാറ്റി തരണം. അല്ലെ? നിങ്ങൾക്ക് വരുന്ന പല കേസും അങ്ങനെ ആയിരിക്കൂലേ? എൻ്റെ കുട്ടി വീട്ടിൽ നിന്ന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, കുട്ടി വൾഗറായിട്ടുള്ള ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്, അതിമോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്, സ്ഥിരം അനിയത്തിനെ പോയി തോണ്ടുന്നുണ്ട്, പിന്നെ അമ്മയുടെ ബ്രസ്റ്റിന് കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്, ഏതെങ്കിലും ഒരു പെൺകുട്ടി നടന്നു പോകുമ്പോൾ അവരുടെ ബ്രസ്റ്റിന് കയറി പിടിക്കാൻ നോക്കുന്നുണ്ട്, ഓപ്പൺ ആയിട്ട് മാസ്ട്രുബേറ്റ് ചെയ്യുന്നുണ്ട്, ഷഡ്ഡി ഇല്ലാണ്ട് നടക്കുന്നുണ്ട്, പീരീഡ്സ് ആവുന്ന സമയത്ത് കുട്ടി പാഡ് യൂസ് ചെയ്യുന്നില്ല. ഇതൊക്കെ നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി, ടീച്ചേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. വേഗം നിങ്ങളിലേക്ക് അങ്ങ് തരും. സ്കൂളും ടീച്ചറും തെറാപ്പിസ്റ്റും ചെയ്തുകൂടാ, എന്റെ കുട്ടീനെ നന്നാക്കി തരാം. ഈ ഒരു കൺസെപ്റ്റും കൊണ്ട് നടക്കുന്ന കുറെ പാരന്റ്സിന് ഇതൊക്കെയാണ് ഈ ഒരു പാരന്റ്സിലേക്ക് വരുന്ന സമയത്ത് നമുക്ക് യൂഷ്വലി കാണാവുന്ന ബാരിയേഴ്സ്. ഇനി ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം, അതായത് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങൾ, നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടത് എന്നുള്ളൊരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഒന്നും കിട്ടിയിട്ടില്ല. എഡ്യൂക്കേറ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ്, ലാക്ക് ഓഫ് ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഉണ്ടാവും. ഇതെങ്ങനെയാണ് പ്രോപ്പറായിട്ട് ട്രെയിനിങ് കൊടുക്കേണ്ടത്, സെക്സ് എഡ്യൂക്കേഷൻ മെറ്റീരിയൽ നിങ്ങൾ എങ്ങനെയാണ് പ്രൊവൈഡ് ചെയ്ത് കൊടുക്കേണ്ടത്, നിങ്ങൾക്ക് ട്രെയിനിങ് കിട്ടാത്തതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് എങ്ങനെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാമെന്ന് അറിയില്ല. ആ ഒരു പ്രശ്നങ്ങൾ നിങ്ങളിൽ ഉണ്ടാവും. അതുപോലെ തന്നെ ഇതിന് സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു കരിക്കുലം, എന്തൊക്കെ അപ്രോപ്രിയേറ്റ് ഉണ്ട്, എന്തൊക്കെ ടീച്ചിങ് മെറ്റീരിയൽസ് ഉണ്ട്, അല്ലെങ്കിൽ എന്തൊക്കെ കരിക്കുലം ഉണ്ട്, ആദ്യം നമ്മൾ എന്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ ഇത് എങ്ങനെ പഠിപ്പിക്കണം എന്നുള്ള കാര്യങ്ങൾ നിങ്ങൾക്കും അറിയില്ല. നിങ്ങൾക്കും അൺകംഫർട്ടബിൾ ആയിരിക്കും. 10 പേര് ഇരിക്കുന്ന ഒരു ക്ലാസ്സിൽ അല്ലെങ്കിൽ 8 കുട്ടികൾ ഇരിക്കുന്ന ക്ലാസ്സിൽ നിങ്ങൾക്ക് ഇത് കുട്ടികളെ മുന്നിൽ എങ്ങനെ ഡിസ്കസ് ചെയ്യും? 8 കുട്ടികൾ ഇരിക്കുന്നുണ്ടെങ്കിൽ 8 കുട്ടികൾ 8 തരത്തിലായിരിക്കും. ആ രീതിയിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്കത് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ കുട്ടികളെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കുകയാണ്. നിങ്ങൾ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത് പാരന്റ്സിന്റെ റിയാക്ഷൻ എങ്ങനെയായിരിക്കും? അവരതിനെ മോശമായിട്ട് കാണുമോ? അല്ലെങ്കിൽ ടീച്ചർ അത് പഠിപ്പിച്ചു കൊടുത്ത് ഈ തരത്തിലുള്ള വാക്കുകൾ കുട്ടികളുടെ അടുത്ത് ഉപയോഗിച്ചു കൊടുത്ത് മക്കളെ നിങ്ങൾ മിസ്യൂസ് ചെയ്തെന്നുള്ള കാര്യങ്ങൾ പറയോ? നിങ്ങൾക്ക് നെഗറ്റീവ് റിയാക്ഷൻ ആയിരിക്കും പാരന്റ്സിന്റെ സൈഡിൽ നിന്ന് തരിക എന്നുള്ള കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് ടെൻഷൻ ഉണ്ടാവും. അതുപോലെ തന്നെ നിങ്ങൾ പ്രയോറിറ്റി ചെയ്യേണ്ടുന്ന സെക്സ് എഡ്യൂക്കേഷനേക്കാളും കൂടുതൽ വേറെ എന്തെങ്കിലുമൊക്കെ പോയി കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കും. അതുപോലെ തന്നെ നിങ്ങൾ സ്കൂളിലേക്ക് വരുന്ന സമയത്ത്, നിങ്ങളെന്ന് പറയുന്നില്ല, നോർമലി ഈ സെക്സ് എഡ്യൂക്കേഷൻ എന്ന് പറയുന്ന സാധനം നമുക്കൊരു കൃത്യമായിട്ടുള്ള ഒരു പോളിസി ഗൈഡൻസ് ഒന്നും ഇല്ല. ഒരു ഇന്നേ രീതിയിൽ ഇത് പോകണം, നിങ്ങൾക്കിപ്പോൾ ലെസൺ പ്ലാൻസ് ഉണ്ടാവും, ആക്ഷൻ പ്ലാൻസ് ഉണ്ടാവും. അതൊക്കെ ചെയ്യുന്നത് പോലെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഗൈഡൻസ് ചിലപ്പോൾ നിങ്ങൾക്ക് ഉണ്ടാവില്ല. അതുപോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യും? പാരന്റ്സിന്റെ കയ്യിലും കെയർ ഗിവേഴ്സിന്റെ കയ്യിലും ഈ റെസ്പോൺസിബിലിറ്റി ഷിഫ്റ്റ് ചെയ്യും. നിങ്ങളടുത്ത് ഇപ്പൊ വന്നിട്ട് കുട്ടീനെ മാസ്ട്രുബേറ്റ്, നമുക്കറിയാം ഒരു ഡാർക്ക് റൂം വേണമെന്നും കുട്ടീനെ മാസ്ട്രുബേറ്റ് ചെയ്ത് പഠിപ്പിക്കണം എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ അറിയാം. പക്ഷേ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അവിടെ പ്രാക്ടിക്കലി കുറെ കാര്യങ്ങൾ നിങ്ങൾ ചലഞ്ചിങ് ആയിട്ട് ഫേസ് ചെയ്യുന്നുണ്ടോ? ഇത് എങ്ങനെ പഠിപ്പിക്കും? ഞാൻ പോയിട്ട് ചെയ്ത് കൊടുക്കാനാണോ? ഞാനിത് എങ്ങനെ അപ്ലൈ ചെയ്യാം? ഞാനിപ്പോൾ തുടങ്ങുന്ന സമയത്ത് കുട്ടിക്ക് വേറെ എന്തെങ്കിലും തരത്തിലുള്ള ഇമോഷൻ ഡെവലപ്പ് ആയാലോ? അങ്ങനെ കുറേ പ്രശ്നങ്ങൾ നിങ്ങളിലും ഉണ്ടാവും. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയല്ലേ നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്? ആണോ? ഹലോ, അതെ മാം. ഈ ചലഞ്ചസ് ഒക്കെ തന്നെയാണ് നമ്മൾക്ക് പാരന്റ്സുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്നത്. പാരന്റ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ നല്ല ബുദ്ധിമുട്ടായിരിക്കും. പാരന്റ്സിന്റെ അടുത്ത് ഇപ്പൊ നിങ്ങൾ കുട്ടീനെ മാസ്ട്രുബേറ്റ് ചെയ്ത് പഠിപ്പിക്കണം, അല്ലെങ്കിൽ കുട്ടീനെ പ്രോപ്പറായിട്ട് മെൻസസിന്റെ ടൈമിൽ ഇങ്ങനെ കട്ട് ചെയ്യുന്ന സമയത്ത് പാരന്റും ചിലപ്പോൾ അത് മനസ്സിലാക്കുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് മോശമായിട്ടുള്ള രീതിയിലോ അല്ലെങ്കിൽ അവർ സപ്പോർട്ടീവ് അല്ലാത്ത രീതിയിലോ ആയിരിക്കും റെസ്പോണ്ട് ചെയ്യുന്നുണ്ടാവുക, അല്ലേ? അതെ അതെ. ഓക്കെ, നമുക്ക് നോക്കാം അതിനെന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത്. ഒരു സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു കുറച്ച് ടിപ്പും കാര്യങ്ങളാണ് നമ്മളതിന്റെ ട്രെയിനിങ്ങിന് പോകുന്നതിന് മുമ്പിട്ടുള്ളത്. ഓരോ കുട്ടിക്കും ഉണ്ടാവുന്ന, ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ ക്ലാസ്സിൽ ഇപ്പൊ 8 കുട്ടികളുണ്ട്. 8 കുട്ടികളിലും ഉണ്ടാവുന്ന സെക്ഷുവൽ നീഡ് ഡിഫറെന്റ് ആണ്, അവർ പഠിപ്പിക്കുന്ന രീതി ഡിഫറെന്റ് ആണ്, അവരുടെ എബിലിറ്റി ഡിഫറെന്റ് ആണ്, അവർ കാണിക്കുന്ന ഇമോഷൻസ് ഡിഫറെന്റ് ആണ്, അവർ കാണിക്കുന്ന സെക്സിനോടുള്ള ബിഹേവിയർ ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ നിങ്ങളെ ലേണിംഗ് സ്റ്റൈലും നിങ്ങളെ ടീച്ചിങ് സ്റ്റൈലും എന്തിലേക്ക് മാറും?
ഡിഫറെന്റ് ഓരോ കുട്ടിക്കും ഇന്നേതാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റൂല. നമ്മൾ കോമൺ ആയിട്ട് ഒരു കാര്യം പറയാന്നല്ലാണ്ട് നമ്മൾ റിയാലിറ്റിയിലേക്ക് വരുന്ന സമയത്ത് അപ്ലിക്കേഷൻ ലെവലിൽ ഓരോ കുട്ടിയും യുണീക്ക് ആണ്, ഓരോ കുട്ടീന്റെ നീഡും മാറിക്കൊണ്ടിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഓരോ കുട്ടി, നിങ്ങളിപ്പം ഒരു കുട്ടിക്ക് ലെസൺ പ്ലാൻ എടുക്കുന്നത് പോലെ തന്നെ സെക്സ് എഡ്യൂക്കേഷനിലും നിങ്ങളൊരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു പ്ലാൻ എടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ചെറുപ്പത്തിൽ തന്നെ എന്ത് തുടങ്ങണം? സെക്ഷുവാലിറ്റി എഡ്യൂക്കേഷൻ തുടങ്ങണം. നിങ്ങളെ കയ്യിലേക്ക് ഇപ്പോൾ കുട്ടി കിട്ടുന്നത് 12 വയസ്സിലായിരിക്കും. ആ 12 വയസ്സിൽ 10 വയസ്സായാൽ പോലും കുട്ടി ലേറ്റ് അല്ല നിങ്ങളിൽ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കാൻ. നിങ്ങളെ കയ്യിൽ കുട്ടീനെ എപ്പം കിട്ടുന്നു അന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. ചിലപ്പം ഒരു ടൈം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കിട്ടുക, എന്നാലും കുഴപ്പമില്ല, നിങ്ങൾ ആ കുട്ടീനെ സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിക്കാൻ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും വിചാരിക്കരുത് വീട്ടിൽ നിന്ന് അമ്മ പറഞ്ഞു കൊടുക്കുമല്ലോ, വീട്ടിൽ നിന്ന് ഈ കുട്ടി ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന സമയത്ത് അമ്മ പറഞ്ഞു കൊടുക്കുമല്ലോ കുട്ടീനോട് പബ്ലിക്കായിട്ട് ഇങ്ങനെ ചെയ്യാൻ പാടില്ല, റൂമിലേക്ക് പോകണം, അല്ലെങ്കിൽ മെൻസസ് ആവുന്ന ടൈമിൽ പാഡ് വെക്കാണ്ട് നടക്കരുത്, അത് അമ്മ പഠിപ്പിച്ചു കൊടുക്കുമെന്നുള്ളത് നിങ്ങൾ ഒരിക്കലും ചിന്തിക്കരുത്. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്തിട്ട് പോവാം. അതുപോലെ തന്നെ ഒരു പ്ലാൻ ഉണ്ടാക്കുന്ന സമയത്ത് ഇവൺ ഒരു ഫാമിലീസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിലും അവരുടെ എത്തിക്സ് ചെയ്യാത്ത രീതിയിലും നമ്മുടെ ക്വസ്റ്റ്യൻ ചെയ്യാത്ത രീതിയിലൊക്കെ ചെയ്ത് പോവാം. പാരന്റ്സുമായിട്ട് നിങ്ങൾ ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഈ ഒരു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നിങ്ങളൊരു പ്ലാൻ എടുക്കുകയാണ്. ഒരു കുട്ടിക്ക് പ്രൈവറ്റ് എന്താ പബ്ലിക് എന്താണെന്ന് അറിയില്ല, പ്രൈവറ്റ് ബിഹേവിയർ എന്താ പബ്ലിക് ബിഹേവിയർ എന്താണെന്ന് അറിയില്ല. ആ സാധനം നിങ്ങൾ പഠിപ്പിക്കുന്നതിന് മുമ്പേ നിങ്ങളെ പാരന്റ്സിൻ്റെ അടുത്ത് ഡിസ്കസ് ചെയ്യാം. എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കുട്ടീനെ ഞാൻ ഇതാണ് പഠിപ്പിച്ചു കൊടുക്കാൻ പോകുന്നത്, അതിന് ഞാൻ ചെയ്യുന്ന മെത്തേഡ്സ് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഇന്ന മെത്തേഡ്സ് ആണ്. നിങ്ങൾ വീട്ടിൽ നിന്ന് എന്ത് ചെയ്യണം? ഫോളോ അപ്പ് ചെയ്യണം. നിങ്ങൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും സെക്സ് എഡ്യൂക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള നിങ്ങൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കുകയാണെന്നുണ്ടെങ്കിലും നിങ്ങൾ കൃത്യമായിട്ട് പാരന്റ്സിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നാളെ ഒരു ഇഷ്യൂ വരുന്ന സമയത്ത് ചിലപ്പോൾ പാരന്റ് കയറി വരുന്ന സമയത്ത് നിങ്ങൾ ഈ കുട്ടീനെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ട് എന്ത് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും? മാസ്റ്റുർബേഷൻ എങ്ങനെയാണെന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ടാവും, അല്ലെങ്കിൽ ഫീമെയിൽ സെക്സ് ഓർഗൻസ് ഇങ്ങനെയാണ്, കുട്ടീന്റെ ബോഡിയിൽ ഡെവലപ്മെന്റ് ഉണ്ടായത് ഇങ്ങനെയാണ്. പെട്ടെന്നൊരു പാരന്റ് കയറി വരുന്ന സമയത്ത് പാരന്റ് അത് നെഗറ്റീവായിട്ട് എടുക്കാനും അവിടെ ഒരു ഇഷ്യൂ ക്രിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അവിടെ നിങ്ങൾ എപ്പോഴും എന്താക്കണം? പാരന്റ്സിന്റെ അറിവോടെ ആയിരിക്കണം നിങ്ങൾ എല്ലാ കാര്യങ്ങളും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. നിങ്ങൾക്കത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇന്ന ടൂൾസ് ആണ് യൂസ് ചെയ്യുന്നത്, ഞാൻ പിക്ചർ ഐഡന്റിഫിക്കേഷൻ, സോഷ്യൽ നോംസ്, സോഷ്യൽ സ്റ്റോറീസ് ഒക്കെ വെച്ചിട്ടാണ് കുട്ടിക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതെന്നുള്ള കാര്യങ്ങളും കൂടെ പാരന്റ്സിനെ അവെയർ ആക്കാം. അതങ്ങനെ അവെയർ ആക്കുന്നതോടെ നിങ്ങൾ കുറച്ചും കൂടെ സേഫ് ആവും. അതുപോലെ തന്നെ എന്തിനാണ് സെക്സ് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് സ്കൂളിൽ? പല നമ്മളിപ്പോൾ പറയുന്നുണ്ട് കുട്ടികൾക്ക് സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കണമെന്ന് നോർമൽ സ്കൂൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ സ്പെഷ്യലിസ്റ്റ് സ്കൂൾ നമ്മൾ എന്തിനാണ് പറയുന്നത്? നമുക്ക് അവരുടെ സെക്ഷൽ ഡെവലപ്മെന്റ്, സ്റ്റുഡൻസ് വിത്ത് ഡിസബിലിറ്റീസിൽ ഉണ്ടാകുന്ന സെക്ഷൽ ഡെവലപ്മെന്റിനെ റെക്കഗ്നൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും അവർക്ക് പ്രോപ്പർ ആയിട്ട് വേണ്ടിയിട്ടുള്ള എഡ്യൂക്കേഷൻ കൊടുക്കാനും വേണ്ടിയിട്ടാണ്. അവരുടെ ഫിസിക്കൽ ചേഞ്ചസിനെ പറ്റി അവരെ അവെയർ ആക്കുക, അവർക്ക് ഉണ്ടാവുന്ന ഈ മെൻസസ്, മാസ്റ്റുർബേഷന്റെ സാധനങ്ങൾ, ബോഡിയിൽ വരുന്ന ഹെയർ, ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, വജൈന, പേനസ്, അതുപോലെ തന്നെ അവരുടെ സെക്കൻഡറി സെക്ഷൽ പാർട്സിനെ പറ്റി മാത്രമല്ല മൊത്തത്തിൽ സോഷ്യൽ നോംസ് എന്താണ്, നമ്മൾ പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെ ബിഹേവ് ചെയ്യണം, അതുപോലെ തന്നെ സ്ട്രേഞ്ചേഴ്സിന്റെ അടുത്ത് എങ്ങനെ നമ്മൾ നോ പറയണം, അത്തരത്തിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൽ സെക്സ് എഡ്യൂക്കേഷൻ കൊടുക്കുന്നതോടെ നമ്മൾ അഡ്രസ് ചെയ്തു പോകും. അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും നാച്ചുറൽ ക്യൂരിയോസിറ്റിയും അതുപോലെ തന്നെ പ്രോബ്ലമാറ്റിക് ബിഹേവിയറും ഈ ഒരു സ്പെഷ്യൽ സ്കൂളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഒരു കുട്ടി എക്സ്പ്ലോറിങ് ഓൺ ബോഡി, സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയർ ഡിസബിലിറ്റി കുട്ടി എങ്ങനെയാ കാണിക്കുക? അവർ മറ്റുള്ള ആൾക്കാരുടെ ബോഡി പോയി തൊടും. സ്വന്തം ബോഡി എക്സ്പ്ലോർ ചെയ്യും അല്ലെ? ചെറിയ മക്കളൊക്കെ നിങ്ങൾക്ക് കാണാം, ചെറിയ കുട്ടികൾ, ആൺകുട്ടികളൊക്കെ എന്ത് പിടിച്ചിട്ടാണ് നടക്കുക? കയ്യിൽ പീനസ് പിടിച്ചിട്ടാണ് നടക്കുക അല്ലെ? പീനസ് പിടിച്ചിട്ട് ഇങ്ങനെ നടക്കുന്ന കാണാം, അവരെ തൊട്ട് കളിക്കുന്ന കാണാം. സ്വന്തം ബോഡി അവർ എക്സ്പ്ലോർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇവിടെ എന്ത് ചെയ്യും? ഡിസബിലിറ്റിയുള്ള കുട്ടി അപ്പുറത്തെ ഒരു കുട്ടീനെ പോയി തോണ്ടും. നിങ്ങൾ ക്ലാസ് റൂമിലും നിങ്ങൾക്ക് അറിയുന്ന കുട്ടികളിലൊക്കെ നിങ്ങൾ കാണുന്ന ബിഹേവിയർ അല്ലെ? ആൺകുട്ടി ചിലപ്പോൾ പെൺകുട്ടീനെ പോയി തൊടുന്നുണ്ടാവും, അല്ലെങ്കിൽ ആൺകുട്ടീനെ തന്നെ തൊടുന്നുണ്ടാവും. ഇതൊരു കുട്ടികൾ, അതായത് നോർമൽ കുട്ടികൾ ക്വസ്റ്റ്യൻ ചോദിക്കും, നമ്മൾ എവിടെയാ പോകുന്നത്, ഇതെവിടെയാ പോകുന്നത്, അതെന്താ സാധനം, ഇതെന്താ സാധനം, എങ്ങനെയാ കുട്ടികൾ ഉണ്ടാവുക എന്നുള്ള കാര്യങ്ങളൊക്കെ. ഇവിടെ എന്തുണ്ടാകും? അവർ റിപ്പീറ്റഡ് ആയിട്ടുള്ള സെക്ഷൽ ടോക്സ് അല്ലെങ്കിൽ ഗെസ്റ്റേഴ്സ് അവർ കാണിക്കും. പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സ് അവർ പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങും. ചില കുട്ടികൾ ഓപ്പൺ ആയിട്ട് ചോദിക്കും, ഞാൻ കയറി പിടിക്കട്ടെ, ഞാൻ പാല് കുടിക്കട്ടെ, അല്ലെ? നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, ഞാൻ പാല് കുടിക്കട്ടെ, ഞാൻ കയറി പിടിക്കട്ടെ, ഞാൻ ചെയ്യട്ടെ എന്ന് വരെ ചോദിച്ചിട്ടുള്ള കുട്ടികളുണ്ട്.
അത്തരത്തിലുള്ള വൾഗർ ലാംഗ്വേജസ് അല്ലെങ്കിൽ ഈ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്നും അതുപോലെ തന്നെ അവരത് യൂസ് ചെയ്യുന്നുണ്ടെന്ന നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അതുപോലെ തന്നെ ഇവര് നോർമലിയുള്ള കുട്ടികൾ റിലേഷൻഷിപ്പിൽ ഇൻട്രസ്റ്റ് ആവുന്ന സമയത്ത് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾ അഗ്രസീവ് ആയിരിക്കും. അവർക്ക് ബൗണ്ടറീസ് എന്താണെന്നൊന്നും അറിയില്ല. അവർക്കൊരു മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് അല്ലെങ്കിൽ ഒരു മാസ്റ്റുർബേഷൻ വരുന്ന സമയത്ത് അവരിൽ ഉണ്ടാവുന്ന ക്യാരക്ടർ അല്ലെങ്കിൽ മൊത്തത്തിൽ മാറും, ബിഹേവിയേഴ്സ് മൊത്തത്തിൽ മാറും. ആള് ഇറിറ്റബിലിറ്റി ആയിരിക്കും, അഗ്രസീവ് ആയിരിക്കും, റെസ്റ്റ്ലെസ് ആയിരിക്കും, സെൽഫ് ഹാർമിങ് ബിഹേവിയേഴ്സ് ഒക്കെ ഇവർ കാണിച്ചു തുടങ്ങും. നമുക്ക് പിടിച്ചിട്ടൊന്നും കിട്ടാത്തൊരു സ്റ്റേജ് ആയിരിക്കും. അപ്പൊ പ്രോബ്ലമാറ്റിക് ആയിട്ടുള്ള ബിഹേവിയേഴ്സും കാര്യങ്ങളും ഈ കുട്ടികൾ കാണിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്കത് ട്രീറ്റ് ചെയ്യണം. അപ്പൊ സെക്സ് എഡ്യൂക്കേഷൻ സ്പെഷ്യലിസ്റ്റ് സ്കൂളിൽ കൊടുത്താൽ മാത്രമേ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റൂ. മൂന്നാമത്തെ ഒന്നാണ് ക്രിയേറ്റിംഗ് എ സപ്പോർട്ടീവ് എൻവയോൺമെന്റ്. നമ്മൾ പറയാണ് നമ്മൾ ഈ കുട്ടികൾക്ക് എന്ത് പഠിപ്പിച്ചു കൊടുക്കണം, സെക്സ് എഡ്യൂക്കേഷൻ പഠിപ്പിച്ചു കൊടുക്കണം എന്ന് പറയുന്നു. നമ്മൾ എങ്ങനെ പഠിപ്പിച്ചു കൊടുക്കണം? ഏറ്റവും സിമ്പിൾ ആയിട്ട്, ഹോണസ്റ്റ് ആയിട്ട്, റെസ്പെക്ട്ഫുൾ ലാംഗ്വേജസിൽ. നമുക്കറിയാം, നമ്മൾ മലയാളത്തിൽ ഈ വജീന എന്ന് പറയുന്നതും പീനസ് എന്ന് പറയുന്നതും ഒരു സൈഡിൽ നോക്കുമ്പോൾ ഒക്കെ തെറിയായിട്ടാണ് വരുന്നത്. അങ്ങനത്തെ വാക്കുകൾ ഉപയോഗിക്കാണ്ട് പ്രോപ്പർ ആയിട്ടുള്ള ആര് കേട്ടാലും പ്രശ്നമില്ല എന്ന് തോന്നുന്ന റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള ലാംഗ്വേജസിൽ വേണം ഈ കുട്ടികൾക്ക് ഓരോ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ. കുട്ടികളെ എൻകറേജ് ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്, സേഫ് ആയിട്ടുള്ള സംശയങ്ങളും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ പബ്ലിക് ബിഹേവിയർ എന്താണ്, പ്രൈവറ്റ് ബിഹേവിയർ എന്താണെന്നുള്ള കാര്യങ്ങൾ നമ്മൾ വിഷ്വലി ഡിസ്പ്ലേ ചെയ്ത് കാണിച്ചു കൊടുക്കണം. അതിൻ്റെ നോംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും, റൂൾസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ആ റൂൾസും കാര്യങ്ങളൊക്കെ നമ്മൾ എങ്ങനെ അഡ്രസ് ചെയ്ത് പോകണം. മൈൽഡുള്ള ഒരു കുട്ടിയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പറയുന്ന കാര്യങ്ങൾ കുട്ടിക്ക് എന്താവും, മനസ്സിലാവും. ഒരു മോഡറേറ്റ് സിവിയർ ഒരു പ്രോഫോമിലേക്കൊക്കെ വരുന്ന കേസിലേക്ക് നമ്മൾ കുട്ടികളോട് പറഞ്ഞു കൊടുത്തിട്ട് കാര്യമില്ല. അവിടെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മള് ടീച്ചിങ് മെത്തേഡ് മാറ്റണം. നമ്മൾ അവിടെ സോഷ്യൽ നോംസ്, സോഷ്യൽ സ്റ്റോറീസ് കൊണ്ടുവരാൻ തുടങ്ങും. നമ്മൾ പിക്ചർ ഐഡന്റിഫിക്കേഷൻ കൊണ്ടുവരാൻ തുടങ്ങും, അല്ലെ? ചെറുപ്പത്തിലുള്ള ഫോട്ടോവും ഇപ്പൊ ഉള്ള ഫോട്ടോവും വീട്ടിൽ നിന്ന് പാരന്റ്സിന്റെ അടുത്ത് കൊണ്ടുവരാൻ തുടങ്ങും. എന്നിട്ട് എന്ത് പറയും? ഈ ഒരു ഗ്രോത്ത് കണ്ടു എന്നുള്ള രീതിയിൽ കുട്ടീനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പഠിപ്പിക്കാൻ തുടങ്ങും. അതുപോലെ തന്നെ നമ്മൾ സ്റ്റാഫിനെ ട്രെയിൻ ചെയ്യണം. എന്തിന്? നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കാൻ. നിങ്ങളിപ്പം എമർജൻസി കേസിൽ കുട്ടീൻ്റെ കൂടെ എന്ത് ചെയ്ത് കൊടുക്കേണ്ടി വരും? മാസ്റ്റുർബേറ്റ് ചെയ്ത് സഹായിക്കേണ്ടി വരും. അവിടെ നിങ്ങൾ നോൺ ജഡ്ജ്മെന്റൽ ആയിരിക്കണം. കുട്ടീൻ്റെ അണ്ടർവെയർ ചിലപ്പോൾ മാറ്റി കൊടുക്കേണ്ടി വരും. ആ ഒരു ടൈമിലൊന്നും എന്ത് ചെയ്ത് ഇതിനെ ജഡ്ജ് ചെയ്യരുത്. അതുപോലെ തന്നെ എപ്പോഴും എംപത്തറ്റിക് ആയിരിക്കണം. നമ്മൾ എല്ലാ ആക്ടിവിറ്റീസ് റെസ്പെക്ട് ആൻഡ് എംപതി എന്നാണ് പറയുന്നത്. എംപതി അവർ കാണുന്ന രീതിയിൽ അവരുടെ പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ പറ്റണം. ആ രീതിയിലായിരിക്കണം. സിമ്പത്തറ്റിക് വേരല്ല നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യേണ്ടത്. എപ്പോഴും എംപത്തറ്റിക് ആയിരിക്കണം. അവരുടെ ഇഷ്യൂ അവരുടെ ചിന്താഗതിയിൽ നമുക്ക് ചിന്തിക്കാൻ പറ്റണം. ഇനി നമ്മൾ പോകുന്നത് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക്. ഞാൻ നേരത്തെ പറഞ്ഞതൊക്കെ നിങ്ങൾക്ക് സ്ഥിരം അറിയുന്നതും നിങ്ങൾ ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനങ്ങളുമാണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് എങ്ങനെ ഇതൊക്കെ അപ്ലൈ ചെയ്യാം, എങ്ങനെ നമുക്കിതിൽ മാറ്റങ്ങൾ കൊണ്ടുവരാം എന്നുള്ളതാണ്. ഒരു സ്പെഷ്യൽ സ്കൂൾ, ഞാൻ നേരത്തെ പറഞ്ഞു, നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള ഒരു കരിക്കുലം ഉണ്ടെങ്കിൽ നമുക്ക് കുറേ കാര്യങ്ങളിലൊക്കെ മാറ്റങ്ങൾ വരുത്താൻ പറ്റും. നമുക്ക് ചിലപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന കാര്യങ്ങളായിരിക്കാം. ഒന്നും കൂടെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇവിടെ ഞാനിപ്പോൾ ഒരു 5 കരിക്കുലം വെച്ചിട്ടുണ്ട്. അതിലൊന്നാണ് അമേസിംഗ് ചേഞ്ചസ്, ബോഡി അവയർനെസ്. രണ്ടാമത്തത് പേഴ്സണൽ ഹൈജീൻ ആൻഡ് മാനേജ്മെന്റ്. മൂന്നാമത്തത് റിലേഷൻഷിപ്പ് ആൻഡ് ഹെൽത്തി ബൗണ്ടറീസ്. നാലാമത്തത് റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ്. അഞ്ചാമത്തത് മാരേജ്, ഫെർട്ടിലൈസേഷൻ ആൻഡ് കോൺട്രാസെപ്ഷൻ. അത് ലാസ്റ്റിലേക്ക് നമുക്ക് അങ്ങനെ കിടക്കേണ്ടി വരില്ല. കുട്ടി 18 വയസ്സ് കഴിഞ്ഞാലാണല്ലോ ഈ ഒരു ബിഹേവിയറിൽ ഏറ്റവും കൂടുതൽ വേണ്ടി വരിക. ഇവിടെ നിങ്ങൾക്ക് കാണാം, ഞാൻ കുറച്ച് പിക്ചർ വെച്ചിട്ടുണ്ട്. ജസ്റ്റ് ഫോർ ദ റെഫറൻസ് മാത്രമാണ്. ഈ ഒരു മൊഡ്യൂള് അതായത് ആദ്യം നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, ഒരു കുട്ടി നിങ്ങളുടെ അടുത്ത് വരികയാണ്. ചിലപ്പോൾ നിങ്ങളുടെ അടുത്ത് കുട്ടി എത്തുന്ന 10 വയസ്സിലായിരിക്കും, അല്ലെങ്കിൽ 12ാമത്തെ വയസ്സിലായിരിക്കും. ആ കുട്ടിക്ക് എന്തറിയോ നോക്കുക, ജെൻഡർ ഐഡന്റിഫിക്കേഷൻ അറിയോ നോക്കാം. ജെൻഡർ ഐഡന്റിഫിക്കേഷൻ എന്താ? ചെറുതിൽ തുടങ്ങണം. ബോയ് ഗേളിൽ തുടങ്ങണം, മെൻ വുമണിൽ തുടങ്ങണം. ഈ കുട്ടിക്ക് ഇത് പ്രോപ്പറായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ? മെൻ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുക, ഫീമെയിൽ ഏത് തരത്തിലുള്ള ഡ്രസ്സാണ് ഇടുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നറിയോ? കുറച്ച് വർക്ക്ഷീറ്റ് ഒക്കെ കിട്ടും ഓൺലൈനിലൊക്കെ. നിങ്ങൾക്ക് വർക്ക്ഷീറ്റ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് വരയ്ക്കാം. ഒരു പെൺകുട്ടീനെ വരയ്ക്കാം, കുറച്ച് ഡ്രസ്സ് വരയ്ക്കാം. ആണിന്റെയും പെണ്ണിന്റെയും മിക്സഡ് ആയിട്ടുള്ള ഡ്രസ്സ് വരയ്ക്കാം. ടീഷർട്ട്, ഉടുപ്പ്, അതുപോലെ തന്നെ ട്രൗസർ, പാൻറ് ഒക്കെ വരയ്ക്കാം. എന്നിട്ട് കുട്ടീൻ്റെ അടുത്ത് ചോദിക്കാം, ആൺകുട്ടി ധരിക്കുന്ന ഡ്രസ്സ് ഏതാണ്, പെൺകുട്ടി ധരിക്കുന്ന ഡ്രസ്സ് ഏതാണ്. അങ്ങനെ കുട്ടിക്ക് എന്ത് ഐഡന്റിഫൈ ചെയ്ത് കൊടുക്കുക? ജെൻഡർ ഐഡന്റിഫിക്കേഷൻ നടത്തി കൊടുക്കുക. മെയിലിന്റെയും ഫീമെയിലിന്റെയും എന്തെടുക്കുക? ഈ ഡ്രസ്സിങ് പാറ്റേൺസ് എടുത്തു കൊണ്ടുവരിക.
എന്നിട്ട് മെയിലും ഫീമെയിലും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, കാണുമ്പോഴുള്ള ഫിസിക്കലി ഉള്ള ഡിഫറൻസ് എന്താണെന്ന് പരിചയപ്പെടുത്തി കൊടുക്കുക. അതുപോലെ തന്നെ ഡ്രസ്സിങ്ങിൽ ഉണ്ടാവുന്ന ഡിഫറൻസ് എന്താണ്, പെണ്ണ് ഏത് തരത്തിലുള്ള ഡ്രസ്സ് ഇടാം, പെണ്ണ് ഒരു സാരി ജീന് ഇപ്പൊ ജീൻ ഷർട്ടൊക്കെ പെൺകുട്ടികൾ ഇടും. അപ്പൊ നമ്മൾ എങ്ങനെയാണ് ഇത് പെൺകുട്ടീന്റെ ഡ്രസ്സാണെന്ന് കാണിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു വർക്ക് ഷീറ്റ് എടുക്കാം. നിങ്ങൾക്ക് വേണേൽ പ്രിന്റ് ഔട്ട് സൈറ്റിൽ നിന്ന് കിട്ടും, ഇതുപോലെയുള്ള പിക്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും. അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, നിങ്ങളൊരു പിക്ചർ വരയ്ക്കാം. നിങ്ങൾ വരച്ചിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഡ്രസ്സ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡ്രസ്സ് ഇങ്ങനെ ഇമേജസ് വെക്കുക. കുട്ടീനോട് ചോദിക്കുക, പെണ്ണാണെന്ന് നമ്മൾ ആദ്യം പഠിപ്പിച്ചു, ഇതാ മെയിലാണ്, ഇത് ഫീമെയിൽ ആണ്, ഇത് ബോയ് ആണ്, ഇത് ഗേൾ ആണ്, നമ്മൾ ആദ്യം പഠിപ്പിച്ചു. അതിന്റെ ഡ്രസ്സിങ് എങ്ങനെയാണ് നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്, ആണ് ഏത് ഡ്രസ്സ് ഇടും, പെണ്ണ് ഏത് ഡ്രസ്സ് ഇടും എന്നുള്ളത്. രണ്ടാമത്തത്, അത് കുട്ടി അത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പഠിപ്പിച്ചു കൊടുക്കണം, പ്രൈവറ്റ് ബോഡി പാർട്സ്, മെന്നിന്റെ ബോഡി പാർട്സ് ഏതൊക്കെയാ പ്രൈവറ്റ്, അതൊക്കെ പഠിപ്പിച്ചു കൊടുക്കുക. അവിടെ എന്തും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം, പ്രൈവറ്റ് മാത്രമല്ല, നമ്മൾ കണ്ണ് മൂക്ക് ചെവി ഒക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നില്ലേ, അതിന്റെ കൂടെ ആണിന്റെ പ്രൈവറ്റ് പാർട്ട് എന്താണ്. നമ്മൾ ഒരിക്കലും കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന സമയത്ത്, എനിക്ക് വന്നൊരു കേസാണ്, ആ കേസ് വന്നത് എന്റെ ഇച്ചീച്ചി തൊട്ടു എന്ന് പറഞ്ഞു. ഇച്ചീച്ചി തൊട്ടു എന്ന് പറയുന്ന സമയത്ത് നമുക്കത് മനസ്സിലാവില്ല. കാരണം നമ്മൾ യൂറിനേറ്റ് ചെയ്യുന്ന നമ്മളെ വജേനേന പല പേരിലാണ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്നത്. മൂത്രമൊഴിക്കുന്ന സ്ഥലം ഇച്ചീച്ചി, സുസു, ഒന്നിനെ പോകുന്ന സ്ഥലം. ഈ ഇച്ചീച്ചി തൊട്ടു എന്ന് പറഞ്ഞ കുട്ടി എൻ്റെ അടുത്ത് പറയുമ്പോൾ ഞാൻ കുറെ സമയം ബ്ലാങ്ക് ആയി, ഈ കുട്ടി എന്താ പറയുന്നത് എന്നുള്ളത്. ഇച്ചീച്ചി തൊട്ടു, ഇച്ചീച്ചി തൊട്ടു. ഞാൻ ഇച്ചീച്ചി എന്ന് പറയുന്ന ഏതൊരു പേഴ്സണൽ കുട്ടീനെ തൊട്ടു എന്നാണ് പറയുന്നത്. ഇപ്പം അതല്ല, കുറച്ചും കൂടെ ഡീറ്റെയിൽ ആയിട്ട് പ്രോബ് ചെയ്താലാണ് മനസ്സിലാവുന്നത് അവളെ വജേനയില് ഒരാൾ തൊട്ടു എന്നുള്ള കാര്യമാണ് ഈ കുട്ടി എൻ്റെ അടുത്ത് അഡ്രസ് ചെയ്തിരിക്കുന്നത്. നാളെ നിങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു വേർഡ് ആയിരിക്കും, ഇപ്പൊ കുട്ടീനെ ആരെങ്കിലും സെക്ഷൽ അബ്യൂസ് ചെയ്തു, അല്ലെങ്കിൽ കുട്ടിക്ക് ഏതെങ്കിലും ഒരു ബോഡി പാർട്സിൽ പെയിന് വന്നു, ആ പെയിന് വന്നിട്ട് ഡോക്ടറെ അടുത്ത് പോകുന്ന സമയത്ത് ഈ കുട്ടി എന്ത് പറയരുത്, ഇതുപോലെയുള്ള ഇച്ചീച്ചി അല്ലെങ്കിൽ സുസു അല്ലെങ്കിൽ അങ്ങനത്തെ നമ്മൾ ചെറിയ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുന്ന അല്ലെങ്കിൽ തമാശയ്ക്ക് യൂസ് ചെയ്യുന്ന വേർഡ്സ് ഒന്നും ആയിരിക്കരുത്. പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. ബ്രസ്റ്റ് തന്നെ പഠിപ്പിച്ചു കൊടുക്കുക. ആ രീതിയിലായിരിക്കണം നിങ്ങൾ പ്രൈവറ്റ് ബോഡി പാർട്സ് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ മെന്നിലേക്ക് വരുന്ന ആദ്യം മെയിലിനെ പഠിപ്പിച്ചു കൊടുക്കുക. മെയിലിന്റെ ബോഡി പാർട്സിലേക്ക് വരുന്ന സമയത്ത് ആദ്യം കണ്ണ് മൂക്ക് ചെവി മാത്രമല്ല വേറെ എന്തൊക്കെ തരത്തിലുള്ള ബോഡി പാർട്സ് ഉണ്ടെന്നുള്ള കാര്യങ്ങൾ അവിടെ ടെസ്റ്റസ് പഠിപ്പിച്ചു കൊടുക്കണം, സ്കോർട്ടം പഠിപ്പിച്ചു കൊടുക്കണം, പെനിസ് പഠിപ്പിച്ചു കൊടുക്കണം. പെനിസും സ്കോർട്ടും ഒക്കെ കുട്ടീനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ബാക്കിയൊക്കെ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും അത് പഠിപ്പിച്ചു കൊടുക്കണം. ഇവിടെ ഫീമെയിലേക്ക് വരുന്ന സമയത്ത് അത് ഞാൻ ഈ പറഞ്ഞതുപോലെ തന്നെ ഈ പിക്ചർ മെത്തേഡിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം, അല്ലെങ്കിൽ വിഷ്വൽ സ്റ്റോറീസിലൂടെ നിങ്ങൾക്ക് പഠിപ്പിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, കുട്ടി സ്റ്റോറി കാർട്ടൂൺ സ്റ്റോറീസ് ഒക്കെ ഉണ്ടാവും, അതിലെന്തുണ്ടാവും ഡെവലപ്മെന്റിന്റെ ഒരാണ് ഇങ്ങനെ ഡെവലപ്പ് ആയിട്ട് വരുന്ന 0 ഏജിൽ എങ്ങനെയാണ്, 2 ഇയേഴ്സിൽ എങ്ങനെയാണ്, 5 ഇയേഴ്സിൽ എങ്ങനെയാണ്, 6 ഇയേഴ്സ് എങ്ങനെയാണ്, 10 ഇയേഴ്സിൽ എങ്ങനെയാണെന്നുള്ള ആ ഗ്രോത്ത് കാണാൻ പറ്റുന്ന രീതിയിലുള്ള വിഷ്വൽസ് വെച്ചിട്ട് വേണം ഈ കുട്ടികൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ. നിങ്ങൾ വായോണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. എപ്പോഴും നിങ്ങൾ ഈ ഇത്തരത്തിലുള്ള ശേഷിക്കുന്നവരായിട്ടുള്ള കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത്, ഡിസബിലിറ്റി കുട്ടികളെ പഠിപ്പിക്കുന്ന സമയത്ത് എപ്പോഴും വിഷ്വലി പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. റോൾ പ്ലേയിൽ കൂടെ ഒക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിക്കാം. നെയിമിങ് അതുപോലെ തന്നെ ഫീമെയിൽസിന്റെ എന്തൊക്കെയാണ്, നിങ്ങൾ ബ്രസ്റ്റ് പഠിപ്പിച്ചു കൊടുക്കണം, വജൈന പഠിപ്പിച്ചു കൊടുക്കണം. അത്തരത്തിലുള്ള ബോഡി പാർട്സ്, കണ്ണ് മൂക്ക് ചെവിയുടെ അപ്പുറത്തേക്കുള്ള കാര്യങ്ങളാണ് നമ്മളെ പ്രൈവറ്റ് ബോഡി പാർട്സ് പഠിപ്പിച്ചു കൊടുക്കണം. ഇത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ ഇതൊക്കെ ആർക്ക് തൊടാൻ പാടില്ല എന്നുള്ള കാര്യങ്ങളും കൂടെ നിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടാവും. പിന്നെ വരുന്ന ഒന്നാണ് അമേസിംഗ് ചേഞ്ചസ് ഡ്യൂറിങ് പ്യൂബർട്ടി ഇൻ മെൻ. ഇവിടെ ഞാൻ നിങ്ങൾക്ക് ഈ പിക്ചർ കാണാൻ പറ്റുമെന്ന് വിശ്വസിക്കുന്നു. ഇവിടെ മെന്നിൽ ഉണ്ടാവുന്ന കുറെ പ്യൂബർട്ടീസിൽ ഉണ്ടാവുന്ന കുറെ ചേഞ്ചസ് ഉണ്ട്. പ്യൂബിക് ഹെയർ ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ അണ്ടർ ആംസിൽ ഉണ്ടാവുന്ന ഡെവലപ്മെന്റ് ഉണ്ടാവും, അതുപോലെ തന്നെ ഫീമെയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ബ്രസ്റ്റ് ഡെവലപ്മെന്റ് ഉണ്ട്. ആ സാധനങ്ങളൊക്കെ എന്ത് ചെയ്തിട്ട് പോകണം, അഡ്രസ് ചെയ്തിട്ട് പോകണം. അതെല്ലാം പഠിപ്പിച്ചു കൊടുക്കണം. ഇന്നേ ചെയ്യും, കാരണം കുട്ടി അത് അക്സെപ്റ്റ് ചെയ്യണം. കുട്ടീന്റെ ബോഡിയിൽ ഇങ്ങനെയൊക്കെ ചേഞ്ചസ് ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ അക്സെപ്റ്റ് ചെയ്യണം. നിങ്ങൾ ആദ്യം കുട്ടീനെ കുറെ ഈ വർക്ക് ഷീറ്റ് ഒക്കെ വെച്ചിട്ട് പഠിപ്പിച്ചു കൊടുക്കുന്നു. അതിനുശേഷം ഇതുപോലെ ഒരു എക്സാമിനേഷൻ ഷീറ്റ് വെക്കുക. എന്നിട്ട് കുട്ടീനോട് ചോദിക്കുക, ഇതെന്താണ്, ഇത് തലയാണ്, ഇവിടെ എന്താ ഉണ്ടാവുക, ഇവിടെ അണ്ടർആംസ് ആണ്, ഇത് വജേനയാണ്, ഇത് പ്യൂബിക് ഹെയർ ആണ്, ഇത് ബട്ടക്സ് ആണ്, ഇത് കാലാണ് എന്നുള്ള കാര്യങ്ങൾ കുട്ടീനെ പഠിപ്പിച്ചു കൊടുത്തതിന് ശേഷം ഒരു വർക്ക് ഷീറ്റ് എടുത്തിട്ട് നിങ്ങൾ എക്സാം നടത്തൂല അതുപോലെ നടത്തുക. എന്നിട്ട് വേണം നിങ്ങൾ അടുത്ത ടോപ്പിക്കിലേക്ക് പോകാൻ. അങ്ങനെ ഓരോ കാര്യങ്ങളും കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കുക. രണ്ടാമത്തെ ഒരിതിൽ വരുന്നതാണ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് മാനേജ്മെന്റ്. അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ അല്ലേ.
മെന്നിന്റെ ജെനൈറ്റൽ ഏരിയ, അതായത് ഇവിടെ വെച്ചിട്ടാണ് എന്ത് പഠിപ്പിക്കുന്നത്, മാസ്ട്രുബേഷന്റെ കാര്യവും മെൻസ്ട്രേഷന്റെ കാര്യവും ഒക്കെ പഠിപ്പിക്കാൻ പോകുന്നത്. നമ്മൾ ഫസ്റ്റ് മൊഡ്യൂൾ എന്ത് പഠിപ്പിച്ചു, കുട്ടീനെ ബോഡീനെ പറ്റി അവെയർ ആക്കുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു. നമ്മള് ഫീമെയിൽ ആണെങ്കിലും മെയിൽ സെക്കൻഡറി സെക്ഷൽ ഓർഗൻസ് കുട്ടികളെ പഠിപ്പിച്ചു. മെൻ എന്താണ്, മെയിൽ ഏതാണ്, ഫീമെയിൽ ഏതാണ്, വുമൻ ഏതാണ്, മെൻ ഏതാണ്, ബോയ് ഗേൾ എന്നുള്ള സാധനങ്ങളൊക്കെ നമ്മൾ അവിടെ പഠിപ്പിച്ചു. കുട്ടീന്റെ ബോഡി പാർട്സിനെ പറ്റിയൊക്കെ അവെയർ ആയി. രണ്ടാമത്തെ ഒരു കരിക്കുലമാണ് പേഴ്സണൽ ഹൈജീൻ ആൻഡ് മാനേജ്മെന്റ്. നമുക്കറിയാം കുട്ടികൾ മാസ്റ്റുബേറ്റ് ചെയ്യുന്നുണ്ട്, വെഡ് ഡ്രീംസ് ഒക്കെ നടക്കാറുണ്ട്. അതായത് ഇവിടെ സെമൻ ഇവർ ഉറങ്ങുന്ന സമയത്ത് ഇജാക്കുലേറ്റ് ചെയ്തിട്ട് പോവാറുണ്ട്. അത്തരത്തില് അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഇതും പിക്ചറൈസേഷനിൽ കൂടെ തന്നെ കുട്ടീനെ എന്ത് പഠിപ്പിച്ചു കൊടുക്കണം. നിങ്ങൾക്ക് ഈ ഒരു പ്യൂബേർട്ടി അറ്റൈൻ ചെയ്യുന്ന സമയത്ത് മാസ്റ്റുബേഷൻ ചെയ്യാൻ തോന്നും, അതെങ്ങനെ പ്രോപ്പറായിട്ട് മാസ്റ്റുബേറ്റ് ചെയ്യാം, അത് എവിടെ നിന്നൊക്കെ ചെയ്യാം, ഈ മാസ്റ്റുബേറ്റ് ചെയ്യുന്നത് ആർക്കൊക്കെ കാണാം, ആരൊക്കെ കാണരുത്, നിങ്ങളെ പ്രൈവറ്റ് ഏരിയ, അതായത് നിങ്ങൾ സെക്കൻഡറി സെക്ഷൽ പാർട്സ് ആർക്കൊക്കെ നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം, നിങ്ങൾ അച്ഛന് കാണിച്ചു കൊടുക്കാം, ഡോക്ടറിന് കാണിച്ചു കൊടുക്കാം. അത്തരത്തിൽ വേണം പറഞ്ഞു കൊടുക്കാൻ. അത് പിക്ചറൈസേഷനിലൂടെ തന്നെ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കും, റിപ്പീറ്റഡ് ആയിട്ട്. അതുപോലെ തന്നെ നിങ്ങളിപ്പം കുട്ടി എന്താണ് മാസ്റ്റുബേറ്റ് ചെയ്യാൻ പഠിക്കുന്നു, ആ കുട്ടി മാസ്റ്റുബേറ്റ് ചെയ്ത് അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യണം എന്നുള്ള കാര്യങ്ങളും കൂടെ പഠിപ്പിച്ചു കൊടുക്കണം. സാധനം നിങ്ങൾ മാത്രം എഫേർട്ട് എടുത്തിട്ട് കാര്യമില്ല, പാരന്റ്സും കൂടെ എഫേർട്ട് എടുക്കണം. പാരന്റ്സിനും കൂടെ പറഞ്ഞു കൊടുക്കുക, വീട്ടിൽ നിന്ന് കുട്ടി ഈ മാസ്റ്റുബേറ്റ് ചെയ്യാനാവുന്ന സമയത്ത് കുട്ടി പലതരത്തിലുള്ള ബിഹേവിയേഴ്സ് കാണിക്കുന്നുണ്ട്. കുട്ടീൻ്റെ അടുത്ത് ഒരു റൂമിലേക്ക് പോകാൻ വേണ്ടി പറയാം, ക്ലോസ്ഡ് ആയിട്ടുള്ള റൂമിൽ പോകാൻ വേണ്ടിയിട്ട് പറയാം, അല്ലെങ്കിൽ ബാത്റൂമിലേക്ക് പോകാൻ വേണ്ടിയിട്ട് പറയാം. ചിലപ്പോൾ ഈ പറയുന്നതൊന്നും ചെയ്യുന്നുണ്ടാവില്ല. അവിടെ നിങ്ങൾ എന്ത് അപ്ലൈ ചെയ്യണം, ടോക്കൻ തെറാപ്പി എന്നൊക്കെ പറയുന്ന പോലെ റീഇൻഫോഴ്സ്മെന്റ് ആയിട്ടുള്ള രീതിയിൽ നിങ്ങൾ ഇത് ആ റൂമിൽ പോയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ടോക്കൻ തരും, അല്ലെങ്കിൽ ഒരു ടോയ് തരും. ആ രീതിയിലുള്ള റിവാർഡ്സും കൂടെ കൊടുക്കുക, ഇത് ഐഡന്റിഫൈ ചെയ്ത് പഠിപ്പിച്ചു കൊടുക്കുന്നതിന്റെ കൂടെ. അതുപോലെ തന്നെ കുട്ടി ബെഡ് ഡ്രീംസ് ചെയ്യാണ്, അതായത് ഉറങ്ങുന്ന സമയത്ത് ഈ കുട്ടീന്റെ സെമൻ ഇജാക്കുലേറ്റ് ചെയ്തിട്ട് പോവുകയാണ്. കുട്ടീനെ പ്രോപ്പറായിട്ട് ബെഡ്ഷീറ്റ് മാറ്റാനും ജനൈറ്റൽ ഏരിയ ക്ലീൻ ചെയ്യാനും പഠിപ്പിച്ചു കൊടുക്കാം. ഇത് പല കാരണങ്ങൾ കൊണ്ടാണ് ബെഡ് ഡ്രീംസ് നടക്കുന്നത്. അതായത് ചിലപ്പം ഫ്രസ്ട്രേഷൻ കൊണ്ടാവാം, കുട്ടിക്ക് എന്തെങ്കിലും ടെൻഷൻ ഉള്ളതിനെ കൊണ്ടാവാം, ഫാന്റസി ഉള്ളതിനെ കൊണ്ടാവാം. ചിലപ്പോൾ ഒരു കാരണവും ഇല്ലാണ്ട് ഇത് സെമൻ ഇങ്ങനെ പോകും ഉറങ്ങുന്ന സമയത്ത്. അതുപോലെ തന്നെ ത്രൂ ഔട്ട് ഒരു ഫിസിക്കൽ അട്രാക്ഷൻ വന്നത് കൊണ്ടാവാം, പല കാരണങ്ങൾ കൊണ്ടാവാം. പാരന്റ് ഐഡന്റിഫൈ ചെയ്യണം, എന്റെ കുട്ടിക്ക് ഏതൊക്കെ സിറ്റുവേഷനിലാണ് മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നുന്നത്. കുട്ടി സ്ട്രെസ് ആയിട്ടുള്ള സമയത്താണോ കുട്ടിക്ക് മാസ്റ്റുബേഷൻ വരുന്നത്, കുട്ടിക്ക് ഒരു എക്സ്ട്രാ ഏതോ ഒരു പേഴ്സണിന്റെ കൂടെ കളിക്കുന്ന സമയത്താണോ കുട്ടിക്ക് മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നുന്നത്, ഏതെങ്കിലും സിറ്റുവേഷനിലാണോ മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ ഏതെങ്കിലും സെൻസറി അല്ലെങ്കിൽ ഏതെങ്കിലും ടച്ചിൽ വരുന്ന സമയത്താണോ കുട്ടിക്ക് എന്ത് തോന്നുന്നു, മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നുന്നത് എന്നുള്ളൊരു കാര്യം കൂടെ നിങ്ങൾ നോക്കണം. എന്നിട്ട് വേണം നമ്മൾ അവിടെ കൊടുക്കാൻ. ഈ കുട്ടി ഭയങ്കര സ്ട്രെസ് ആവുന്ന സമയത്താണ് ഈ കുട്ടി ബിഹേവിയർ കാണിക്കുന്നത്, അവിടെ നമ്മൾ എന്താക്കണം, സ്ട്രെസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ഇന്റർവെൻഷൻ എടുത്തു തുടങ്ങണം. പിന്നെ വരുന്ന ഒന്നാണ് വുമൻസിലേക്ക് ബ്രസ്റ്റ് ഡെവലപ്മെന്റ്, വജൈന ഡെവലപ്മെന്റ്. ആ സാധനങ്ങളൊക്കെ നമ്മൾ ഈ കുട്ടികൾക്ക് ആ ഒരു ഏരിയ ഒക്കെ കുട്ടികളെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കണം. ഈ പിക്ചറൈസേഷനിൽ കൂടെ തന്നെ അവിടെ ഉണ്ടാകുന്ന ചേഞ്ചസും കാര്യങ്ങളൊക്കെ. ഇവർക്കും ഇതുപോലെ തന്നെ മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നും, മെയിലിനെ പോലെ തന്നെ ഫീമെയിൽ മാസ്റ്റുബേറ്റ് ചെയ്യാൻ തോന്നും. അവിടെ മാസ്റ്റുബേഷൻ എങ്ങനെയാണെന്നുള്ള കാര്യങ്ങളും കൂടെ, എങ്ങനെ അവർക്ക് എറോസിൽ കിട്ടാന്നുള്ള കാര്യങ്ങളും കൂടെ നമ്മൾ അവെയർ ആയിരിക്കണം. ഇപ്പം പലതരത്തിലുള്ള സെക്സ് ടോയ്സ് ഉണ്ട്, അത് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കാൻ നമുക്ക് പറ്റും. പാരന്റ്സിന്റെ അടുത്ത് പറയാൻ പറ്റണം, ഇത് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് കൊണ്ട് കുട്ടീന്റെ ഫ്രസ്ട്രേഷൻ കുറയ്ക്കും, കുട്ടിക്ക് ഒരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നിങ്ങൾ സേഫ് ആൻഡ് സെക്യൂർഡ് ആയിട്ടുള്ള മെത്തേഡിൽ നിങ്ങൾ ആ കുട്ടീനെ അത് യൂസ് ചെയ്യാൻ പഠിപ്പിക്കണം എന്നുള്ളൊരു കാര്യം. അതുപോലെ തന്നെ മെൻസ്ട്രൽ ഹൈജീൻ, മെൻസസ് ആകുന്നത് തന്നെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവിടെ മൂഡിന്റെ ഇഷ്യൂ വരുന്നുണ്ട്, ഇറിറ്റബിലിറ്റി വരുന്നുണ്ട്. കുട്ടി എന്താണ് പീരീഡ്സ് ആവുന്ന സമയത്ത് പാഡ് വെക്കൂല, പാൻറ്റീസ് ഇടൂല. എന്നിട്ട് പല കേസും അങ്ങനെ വന്നിട്ടുണ്ട്, എന്റെ സെന്ററിൽ തന്നെ കേസുകളുണ്ട്. കുട്ടി എന്ത് ചെയ്യുന്നില്ല, മെൻസസ് ആവുന്ന സമയത്ത് കുട്ടി പാഡ് യൂസ് ചെയ്യൂല. അപ്പൊ നമ്മൾ എടുത്തു ഇന്റർവെൻഷൻസ് എടുത്തു, കുട്ടിക്ക് പ്രോപ്പർ ആയിട്ട് ഒരു ഡോള് വെച്ചിട്ട് കുട്ടീനെ പഠിപ്പിച്ചു കൊടുക്കാൻ തുടങ്ങി. ഒരു വൈറ്റ് കളറിലുള്ള ഒരു അണ്ടർവെയർ, ഒരു നമ്മളെ ടോയ് ഉണ്ടാവില്ല, ഒരു പാവക്കുട്ടീനെ വെക്കുക, എന്നിട്ട് ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ഒരു അണ്ടർവെയർ കൊണ്ടുവരിക, എന്നിട്ട് കുട്ടീനെ കലണ്ടറിൽ ഇങ്ങനെ, ഇത് റെഗുലർ പീരീഡ്സ് ആണെങ്കിൽ മാത്രം എന്ത് ചെയ്യാൻ പറ്റും, കലണ്ടറിൽ നമ്മൾ മാർക്ക് ചെയ്യുന്നു. അവിടെ റെഡ് കളർ വരുന്നത് ആ കുട്ടിയുടെ പീരീഡ്സിന്റെ സമയത്തായിരിക്കും, അവിടെ നമ്മൾ റെഡ് കളർ മാർക്ക് ചെയ്യും.
ഈ പാൻറ്റിൽ റെഡ് കളർ ആയാൽ എങ്ങനെ പാഡ് വെക്കാം എന്നുള്ള സാധനങ്ങൾ കുട്ടികളെ പഠിപ്പിച്ചു തുടങ്ങാം. അത് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, ഒരു പാഡും ഒരു പാൻറ്റീസും നിങ്ങൾ സെഷൻ കൊടുക്കുന്ന ഒരു സ്ഥലത്ത് അല്ലെങ്കിൽ നിങ്ങൾ ആ കുട്ടീനെ പഠിപ്പിച്ച് കൊടുക്കുന്ന സ്ഥലത്ത് കൊണ്ടുവരാം. എന്നിട്ട് കുട്ടീനെ എന്ത് ചെയ്യാം, പാൻറ്റീസിൽ ഒട്ടിക്കാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. അതിൻ്റെ യൂസ് കഴിഞ്ഞാൽ വേസ്റ്റ് ബാസ്ക്കറ്റിൽ ഇടാൻ വേണ്ടിയിട്ട് പഠിപ്പിച്ചു കൊടുക്കുക. ഇത് 1-2 ദിവസം ചെയ്തിട്ട് കാര്യമില്ല. ത്രൂ ഔട്ട് ചിലപ്പോൾ നിങ്ങൾ ഒരു 5-6 മാസം അല്ലെങ്കിൽ ഒരു വർഷം ചെയ്താലായിരിക്കും ഇതിലൊരു റിസൾട്ട് ഉണ്ടാവുക. ഇങ്ങനെയൊക്കെയാണ് നമ്മളൊരു മെൻസ്ട്രൽ ഹൈജീൻ ഈ കുട്ടികളെ ഒരു തരത്തിൽ വരെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഈവൻ പാരൻസിന്റെ അടുത്തും പറയാം, നിങ്ങളൊരു കലണ്ടർ എടുക്കുക, ആ കലണ്ടറിൽ ഈ കുട്ടിക്ക് പീരീഡ്സ് ആകുന്ന സ്ഥലം റെഡ് കളർ കൊണ്ട് മാർക്ക് ചെയ്യുക, അല്ലെങ്കിൽ കളർ അടിക്കുക. എന്നിട്ട് കുട്ടീൻ്റെ അടുത്ത് ഓരോ ദിവസം പോയിട്ട് അത് വെട്ടാൻ പറയാം. കുട്ടീൻ്റെ അണ്ടർവെയറിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, പീരീഡ്സിൽ ഉണ്ടാവുന്ന മാറ്റങ്ങൾ, പീരീഡ്സ് വരുന്ന സമയത്ത് അണ്ടർവെയറിൽ വരുന്ന ആ റെഡ് സ്റ്റെയിന് അത് കുട്ടിക്ക് വിഷ്വലി കാണിച്ചു കൊടുക്കുക. അങ്ങനെ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം, പാഡ് വെക്കണം എന്നുള്ള സാധനങ്ങൾ കുട്ടീനെ വിഷ്വലി കാണിച്ചു കൊടുത്തിട്ട് ട്രെയിൻ ചെയ്യിപ്പിക്കാം. അവിടെ എങ്ങനെ പ്രോപ്പറായിട്ട് വാഷ് ചെയ്യണം, ക്ലീൻ ചെയ്യണം. ഇതൊരു സിവിയർ പ്രൊഫൗണ്ടിലൊക്കെ വരുന്ന കേസൊക്കെ ആണെന്നുണ്ടെങ്കിൽ പറഞ്ഞ കാര്യങ്ങളൊന്നും അപ്ലിക്കബിൾ അല്ല. എന്ത് ചെയ്യേണ്ടി വരും, പാരന്റ് അല്ലെങ്കിൽ കെയർ ഗിവർ പോയിട്ട് ഈ കുട്ടീൻ്റെ സാധനങ്ങളൊക്കെ മാറ്റി കൊടുക്കേണ്ടി വരും. നിങ്ങൾക്ക് കാണാം റിലേഷൻഷിപ്പ് ആൻഡ് ഹെൽത്തി ബൗണ്ടറീസ് അടുത്ത ടോപ്പിക്ക്. ഇത് ഞാൻ ജസ്റ്റ് പറഞ്ഞു പോകുന്നത് മാത്രം. ഇതിന്റെ ഇൻഡെപ്തിലേക്ക് കയറാന്നുണ്ടെങ്കിൽ ഒരു ദിവസം എടുക്കും ഓരോ മൊഡ്യൂളും കവർ ചെയ്ത് പോകാൻ. നിങ്ങൾക്കൊരു ബേസിക് ആയിട്ടുള്ള ഒരു ഐഡിയ കിട്ടേണ്ടിട്ട് മാത്രമാണ് ഞാൻ ഇത്രയും ഇത് പറയുന്നത്. ഇവിടെ ഫാമിലി മെമ്പേഴ്സ് ആൻഡ് സ്ട്രേഞ്ചേഴ്സ്, പബ്ലിക് വേഴ്സസ് പ്രൈവറ്റ് പ്ലേസസ്, ബിഹേവിയേഴ്സ്, ഗുഡ് ടച്ച് ആൻഡ് ബാഡ് ടച്ച്. ഇവിടെ നിങ്ങളെ ഞാൻ കണ്ടോ ഇതുപോലെയുള്ള കുറച്ച് പിക്ചർ വെച്ചിട്ടുണ്ട്. അതിൽ നിങ്ങൾ ഈ പിക്ചറിലൂടെ നിങ്ങൾക്ക് കുട്ടികളെ പബ്ലിക് എന്താണ്, പ്രൈവറ്റ് എന്താണെന്ന് പഠിപ്പിച്ചു കൊടുക്കുക. പബ്ലിക്കിൽ കാണിക്കേണ്ട ബിഹേവിയർ എന്താണ്, അതുപോലെ തന്നെ പ്രൈവറ്റിൽ കാണിക്കേണ്ട ബിഹേവിയേഴ്സ് എന്താണ്, ഗുഡ് ടച്ച് എന്താണ്, ബാഡ് ടച്ച് എന്താണ് കൃത്യമായിട്ട് കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഓരോ ടച്ച്, നല്ല ടച്ച് ഏതാണ്, ബാഡ് ടച്ച് ഏതാണ്, നോ പറയേണ്ടടുത്ത് കുട്ടികളെ നോ പറഞ്ഞ് പഠിപ്പിക്കുക. അത് ഫാമിലീസിനും കൂടെ നിങ്ങൾ അവെയർ ആക്കി കൊടുക്കുക. അതുപോലെ തന്നെ ഫാമിലി മെമ്പേഴ്സ് ആരാണ്, സ്ട്രേഞ്ചേഴ്സ് ആരാണ്, ആ കാര്യങ്ങളൊക്കെ, ആരൊക്കെ പോയി ഹഗ് ചെയ്യാം, ആരൊക്കെ പോയി ഹഗ് ചെയ്യരുത്, ആരെ പോയി കിസ് ചെയ്യാം എന്നുള്ള സാധനങ്ങളൊക്കെ, അല്ലെങ്കിൽ ആരെ മുമ്പെന്ന് കുട്ടീൻ്റെ ബ്രസ്റ്റ് കുട്ടിക്ക് തൊടാം, കുട്ടീൻ്റെ വജൈന കുട്ടിക്ക് തൊടാം, ആർക്കൊക്കെ കുട്ടിയുടെ പ്രൈവറ്റ് പാർട്സ് കാണിച്ചു കൊടുക്കാം എന്നുള്ള സാധനങ്ങളൊക്കെ ഇവിടെ നിങ്ങൾ ട്രെയിനിങ്ങിൽ പോകണം. അതിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഈ പിക്ചറൈസേഷനാണ്. എന്നിട്ട് ലാസ്റ്റ് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ ഒരു വർക്ക്ഷീറ്റ് എടുത്തിട്ട് ഒരു അസൈൻമെന്റ് പോലെ അല്ലെങ്കിൽ ഒരു എക്സാം പോലെ ഇതെവിടെയാ വരിക ആ രീതിയിൽ കുട്ടികളെ പഠിപ്പിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ റിസ്ക് ആൻഡ് മാനേജ്മെന്റ്, റിസ്ക് റിഡക്ഷൻ ആൻഡ് മാനേജ്മെന്റ് എന്ന് പറയുന്നത് സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ള ഡേഞ്ചർ, നോ പറയുന്ന കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാറ്. അതുപോലെ തന്നെ അബ്യൂസ് ചെയ്യുന്ന റിപ്പോർട്ട് ചെയ്യാൻ. കുട്ടിക്ക് നിങ്ങളുടെ അടുത്ത് വന്നിട്ട് എന്തും പറയാനുള്ള ഒരു സ്പേസ്, എൻ്റെ അവിടെ തൊട്ടു ഇവിടെ തൊട്ടു റിപ്പീറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുകയാണ് ആ കുട്ടി നല്ല രീതിയിൽ വൾഗറായിട്ട് ലാംഗ്വേജ് യൂസ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പ്രോബ് ചെയ്യുന്ന സമയത്തായിരിക്കും നിങ്ങൾക്ക് മനസ്സിലാവുക കുട്ടി കിടക്കുന്നത് അമ്മയുടെ അനിയത്തിന്റെ കൂടെയാണ്, അല്ലെങ്കിൽ അച്ഛൻ്റെ അനിയന്റെ കൂടെയാണ്. അച്ഛൻ്റെ അനിയന്റെ അടുത്ത് കൂടി കിടക്കുന്ന സമയത്ത് ചിലപ്പോൾ അച്ഛൻ്റെ അനിയൻ എന്ത് ചെയ്തിട്ടുണ്ടാവും, അങ്ങനത്തെ ഒരു കേസ് ഉണ്ടായിട്ടുണ്ട് കേട്ടോ. കുട്ടി കിടക്കുന്നത് അച്ഛൻ്റെ അനിയന്റെ കൂടെയാണ്. അച്ഛൻ്റെ അനിയന്റെ കൂടെ കിടക്കുന്ന സമയത്ത് അച്ഛൻ്റെ അനിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടീനെ അബ്യൂസ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടി അച്ഛൻ്റെ അനിയൻ ഇല്ലാണ്ട് എവിടെയും കിടക്കൂല, അച്ഛൻ്റെ അനിയൻ വേണം. ഈ കുട്ടി കൃത്യമായിട്ട് പറയും ഒരു ഇന്റർകോഴ്സിൽ ഏർപ്പെടുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യും എന്നുള്ളത്. അത് ഈ സ്റ്റോറീസ് ഉണ്ടാവുമല്ലോ, ഓഡിയോ സ്റ്റോറീസ് കേട്ടിട്ട് പറയുന്ന ഡയലോഗ്സ് മൊത്തം ആ കുട്ടി അത് പറയും. പ്രോബ് ചെയ്ത് നോക്കുന്ന സമയത്ത് വീട്ടിലെ പാരൻസിന്റെ അടുത്ത് ഫസ്റ്റ് സെറ്റ്, സെക്കൻഡ് സെറ്റ്, തേർഡ് സെറ്റ് ലഭിക്കുന്ന സമയത്താണ് കുട്ടി കിടക്കുന്നത് ഇന്നേ പേഴ്സന്റെ കൂടെയാണ്, ആള് മാരീഡ് അല്ല, ഇവർ രണ്ടുപേരും ഒരുമിച്ചേ കിടക്കും, അയാളുടെ കൂടെ കിടന്നിട്ടില്ലെങ്കിൽ ഈ കുട്ടി ഫ്രസ്ട്രേറ്റഡ് ആണ്. അത് പ്രോബ് ചെയ്ത് അച്ഛൻ അനിയനെ വിളിപ്പിക്കുന്നു, കാര്യങ്ങൾ സംസാരിക്കുന്നു. വീണ്ടും വീണ്ടും കേസ് വഴി മാറുമെന്ന് തോന്നുന്ന സമയത്താണ് അവർ സമ്മതിക്കുന്നത് ആ കുട്ടീനെ വെച്ചിട്ട് ഈ ഒരു അച്ഛൻ്റെ അനിയൻ എന്ത് ചെയ്തിട്ടുണ്ട്, സെക്സ് ചെയ്തിട്ടുണ്ട്. ഈ കുട്ടിക്ക് സ്ഥിരമായിട്ട് സെക്ഷലി ഓഡിയോസ് കേൾപ്പിച്ചു കൊടുക്കാറുണ്ട്, വിഷ്വൽസ് കാണിച്ചു കൊടുക്കാറുണ്ട്. അങ്ങനെ കുട്ടീനെ എന്ത് ചെയ്തിട്ടുണ്ട്, ഈ കുട്ടിക്ക് ഇതിനോടുള്ള ഏർജ് ഡെവലപ്പ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട്. ഇയാളുടെ നീഡ് മൊത്തം ഈ കുട്ടിയിൽ അയാൾ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പല സമയത്തും ഈ ഒരു പെർട്ടിക്കുലർ പേഴ്സണോ ഈ കുട്ടിയെ മാത്രമേ ഉണ്ടാവുക. പല തരത്തിൽ, ഏതൊക്കെ തരത്തിൽ കുട്ടീനെ ഉപയോഗിക്കാൻ പറ്റുമോ ആ തരത്തിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ ഇത് ഐഡന്റിഫൈ ചെയ്യണം, റിപ്പോർട്ട് ചെയ്യണം, അതുപോലെ തന്നെ കുട്ടീനെ നോ എന്ന് പറയാൻ പഠിപ്പിക്കണം.
പിന്നെ വരുന്നത് ആർക്കൊക്കെ കല്യാണം കഴിക്കാൻ പറ്റും, അതുപോലെ തന്നെ സിവിയർ കേസിൽ കൂടെ നമുക്ക് കല്യാണം കഴിക്കാൻ പറ്റുമൊന്നുമില്ല. മൈൽഡ് കേസ് ഒക്കെയാണ് നമുക്ക് ഒരു മാരേജിന്റെ സജഷൻ വരാൻ പറ്റും. അത് വന്നാൽ തന്നെ അവിടെ തെറാപ്പിസ്റ്റ് കാണും, ഡോക്ടർ കാണും. എന്തിനാണ് കല്യാണം കഴിപ്പിക്കുന്നത് എന്നുള്ള ഒരു കാര്യം കൂടെ അഡ്രസ് ചെയ്തിട്ട് പോകണം. എന്ത് നീഡ് ബേസ്ഡിലാണ്, കുട്ടീനെ ഒരു നെക്സ്റ്റ് ജനറേഷന് വേണ്ടിയിട്ടാണോ, കുട്ടിക്ക് ഒരു സപ്പോർട്ട് വേണ്ടിയിട്ടാണോ, അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, ഫെർട്ടിലൈസേഷൻ, കുട്ടി അടുത്തൊരു കുട്ടി ജനിക്കാണ്ട് നിൽക്കാൻ വേണ്ടിയിട്ടുള്ള മാർഗങ്ങളൊക്കെ എടുക്കണം. അപ്പൊ അതിന് IQ ടെസ്റ്റ് നടത്തണം. കുറച്ചും കൂടെ ഇൻഡെപ്ത് ആയിട്ട് പോകും. അത് പ്രോപ്പറായിട്ട് രണ്ട് ആളുകളുടെയും ടെസ്റ്റുകൾ നടത്തണം. ആൾക്കാർക്കും ഏതൊക്കെ തരത്തിലുള്ള ഡിസബിലിറ്റി ഉണ്ടെന്ന് നോക്കണം. ജീൻ ടെസ്റ്റ് നടത്തേണ്ടി വരും. അത് കുറച്ചും കൂടെ കോംപ്ലിക്കേറ്റഡ് ഏരിയ. ഇത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള ടിപ്സും കാര്യങ്ങളാണ് അടുത്തത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വിഷ്വൽ എയ്ഡ്സ്, വിഷ്വലി നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. കാർഡ്സ് വെച്ചിട്ട്, അസസ്മെന്റ് വർക്ക് ഷീറ്റ് വെച്ചിട്ടൊക്കെ റോൾ പ്ലേ നടത്താം. സോഷ്യൽ സ്റ്റോറീസ് വെച്ചിട്ട് നിങ്ങൾക്ക് കാണിച്ചു കൊടുക്കാം. അതുപോലെ തന്നെ ക്ലാസ് റൂമിലുള്ള റൂൾസും കാര്യങ്ങളും, ബൗണ്ടറീസ് ഉണ്ടാവും. ഒരു ക്ലാസ് റൂമിൽ എത്ര പഠിപ്പിച്ചു കൊടുക്കണം എന്നുള്ള ചിലപ്പോൾ നിങ്ങൾ ഇൻഡിവിജ്വൽ കേസ് എടുക്കേണ്ടി വരും. അത് ഇൻഡിവിജ്വലി തന്നെ നിങ്ങൾ കാണാം. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ സേഫ് ആൻഡ് റെസ്പെക്ട്ഫുൾ ആയിട്ടുള്ള എൻവയോൺമെന്റിൽ മാത്രമേ ഡിസ്കസ് ചെയ്യാൻ പാടുള്ളൂ. എന്ത് കാര്യങ്ങളും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എന്ത് കാര്യങ്ങൾ ചെയ്യുമ്പോഴും പാരന്റ്സിന്റെ അടുത്തും കെയർ ഗീവേഴ്സിന്റെ അടുത്തും ഒക്കെ നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിട്ട് മാത്രമേ നിങ്ങൾ എന്ത് സ്ട്രാറ്റജി നിങ്ങൾ എടുക്കാവൂ. നിങ്ങളെ നോർമലി നിങ്ങൾ അറ്റൻഷനും അതുപോലെ തന്നെ കുട്ടീന്റെ ഹൈപ്പർ ബിഹേവിയറിനും എടുക്കുന്ന ലെസൺ പ്ലാൻ പോലെ അല്ല ഇതിൽ നിങ്ങൾ എന്ത് ഇന്റർവെൻഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിലും പ്രോപ്പർ ആയിട്ട് എന്ത് ചെയ്യണം, പാരന്റ്സിന്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. പാരന്റ്സ് ചെയ്യേണ്ട കാര്യങ്ങൾ പാരന്റ്സിന്റെ അടുത്ത് ചെയ്യാൻ വേണ്ടിയിട്ട് പറയണം. അതുപോലെ തന്നെ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഫേസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഇന്റർവെൻഷൻസ് നിങ്ങൾ എടുക്കേണ്ട ഒരു ഏരിയ എന്ന് പറയുന്നത് പബ്ലിക് മാസ്റ്റുർബേഷൻ ആയിരിക്കാം, ചിലപ്പോൾ ഇൻഅപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ടച്ചിങ് ആയിരിക്കാം, സെക്ഷുവൽ ലാംഗ്വേജസ് ആയിരിക്കാം. ഇവിടെ നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്നത് കുട്ടീനെ റീഡയറക്ട് ചെയ്യാം. കുട്ടിക്ക് ഇതൊക്കെ തോന്നുകയാണ്, കുട്ടി വെറുതെ ഇരിക്കുന്ന സമയത്താണ് ഇതൊക്കെ തോന്നുന്നത്, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു ആക്ടിവിറ്റീസിലേക്ക് നമ്മൾ ഇൻവോൾവ് ചെയ്യിപ്പിക്കാം. കുട്ടീനെ വേറെ ഏതെങ്കിലും തരത്തിലുള്ള എന്തോ കുട്ടിക്ക് ഒരു വീക്ക്നെസ് ഉണ്ടാവും, അതിൽ കയറി പിടിക്കാൻ നോക്കുക. എന്നിട്ട് അതിൽ ഡൈവേർട്ട് ചെയ്യാം, കുട്ടീനെ മാക്സിമം എൻഗേജ് ചെയ്യിപ്പിക്കാം. അതുപോലെ തന്നെ സോഷ്യൽ റൂൾസിനെ പറ്റിയിട്ട് കുട്ടീനെ ഒന്നുകൂടെ അവെയർ ആക്കി കൊടുക്കുക. പ്രൈവറ്റ് ബിഹേവിയേഴ്സ് കുട്ടീൻ്റെ അടുത്ത് പറയാണ്, മാസ്റ്റുർബേറ്റ് ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൽ പോയിട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഒരു ക്ലോസ് റൂമിൽ പോയിട്ട് ചെയ്യണം. അത് കുട്ടി ചെയ്യുന്ന സമയത്ത് കുട്ടീനെ റീഇൻഫോഴ്സ് ചെയ്യുക, പോസിറ്റീവ് ആയിട്ടുള്ള റീഇൻഫോഴ്സ്മെന്റ് കൊടുക്കുക. ഓക്കെ. പിന്നീട് വെച്ചാൽ റീഇൻഫോഴ്സ്മെന്റ് മോഡിഫിക്കേഷൻ, അതായത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ റിവാർഡ്സ് കൊടുക്കുക, അപ്രോപ്രിയേറ്റഡ് ബിഹേവിയർ. നിങ്ങൾക്ക് ടോക്കിംഗ് കൊടുത്തോണ്ട്, ടോയ്സ് കൊടുത്തോണ്ട് അവരെ നീ അടിപൊളിയായിട്ടുണ്ടല്ലോ, നീ ഈ പ്രാവശ്യം മിടുക്കനാണ്, അല്ലെങ്കിൽ മോൻ അത് ഇങ്ങനെ തന്നെ വേണം ചെയ്യാൻ, അടിപൊളിയാണ്, ഗുഡ് ബോയ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള നമ്മള് കുട്ടീനെ പുകത്തിക്കൊണ്ടേയിരിക്കുക. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ടോക്കൻ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു ടോയ് ആവാം, കുട്ടിക്ക് ഇഷ്ടപ്പെട്ട ഒരു ടോയ് കൊടുക്കാം, അല്ലെങ്കിൽ ഒരു പൈസ നമ്മള് ഈ ഫേക്ക് മണി ഉണ്ടാവില്ല, അതൊക്കെ കൊടുക്കാം. കുട്ടിക്ക് എന്താണോ ഇഷ്ടം ആ സാധനങ്ങൾ കൊടുത്തുകൊണ്ട് കുട്ടീനെ പ്രോപ്പറായിട്ട് റിവാർഡ് ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ കുട്ടീന്റെ ചാർട്ടും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുക, ബിഹേവിയറൽ ചാർട്ട് ഡെവലപ്പ് ചെയ്യുക. യൂഷ്വലി ഇപ്പോൾ സൈക്കോളജിസ്റ്റ് ചെയ്യുന്നുണ്ടാവും, എനിക്കറിയില്ല സ്പെഷ്യൽ എഡ്യൂക്കേറ്റേഴ്സ് അത് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം. ബിഹേവിയറൽ ചാർട്ട് ഉണ്ടാവും, ABC എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ എഴുതുക. കുട്ടി X എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബിഹേവിയർ കാണിച്ചു, കുട്ടി ടോയ്ലറ്റ് ട്രെയിനിങ് ചെയ്യുന്നില്ല, അപ്പം ഇവിടെ എന്ത് ചെയ്യുക, സ്റ്റാർ പോലുള്ള ഒരു കാര്യങ്ങൾ നിങ്ങൾ നോക്കുക. അതുപോലെ കുട്ടി ഇന്നേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ സ്റ്റാർ കൊടുക്കുന്ന രീതിയിൽ ബിഹേവിയറൽ ചാർട്ട് നിങ്ങൾ ഉണ്ടാക്കുക. പണിഷ്മെന്റ് ചെയ്യരുത്. കുട്ടി മാസ്റ്റുർബേറ്റ് ചെയ്തു, അവിടെ പോയി കുട്ടീനെ അടിക്കുകയല്ല വേണ്ടത്, അവിടെ നിങ്ങൾ പ്രോപ്പറായിട്ട് എഡ്യൂക്കേറ്റ് ചെയ്യാണ് വേണ്ടത്, അവന് സപ്പോർട്ട് കൊടുക്കുകയാണ് വേണ്ടത്. ഇവിടെ നല്ല ചെയ്യേണ്ടത് കുട്ടി അപ്പുറത്തുനിന്നാണ്. കുട്ടികളുടെ വീക്ക്നെസ്സും കുട്ടികളുടെ സ്ട്രെങ്ത് എന്താണെന്നുള്ള കാര്യങ്ങൾ നിങ്ങൾ അവെയർ ചെയ്തിരിക്കുക. അതുപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഒരു മൾട്ടി ഡിസിപ്ലിനറി ടീമാണ്. ഈ ഒരു സെക്സ് എഡ്യൂക്കേഷൻ നിങ്ങൾ കൊടുക്കുന്ന സമയത്താണെങ്കിൽ പോലും നിങ്ങൾ സൈക്കോളജിസ്റ്റായിട്ട് കൊളാബറേറ്റ് ചെയ്യുക. അവരെടുത്ത് കാരണം അവര് കുട്ടികളുടെ ഇമോഷണൽ ആക്സസ് ചെയ്യും, അതുപോലെ തന്നെ അവരുടെ ഇപ്പോഴത്തെ കറന്റ് സെക്ഷൽ ഡെവലപ്മെന്റ് എവിടെയാണെന്ന് നോക്കും. അതിനനുസരിച്ചിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ പ്ലാൻ അവർക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റും. ആ പ്ലാനിൽ നിങ്ങളും കൂടെ വർക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കൂടുതൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റും. അതുപോലെ തന്നെ ഒക്യുപേഷണൽ തെറാപ്പിസ്റ്റ് OT ആയിട്ട് നിങ്ങൾ കണക്ട് ചെയ്യുക. അവരെന്തെങ്കിലും തരത്തിലുള്ള സെൻസറി ഇഷ്യൂസ് കൊണ്ടാണോ ഈ ഒരു ബിഹേവിയർ കാണിക്കുന്നത് നോക്കുക. അതുപോലെ തന്നെ റെഗുലറായിട്ട് നിങ്ങൾ വെക്കുന്ന ടീം മീറ്റിംഗിൽ ഈ കാര്യങ്ങൾ പ്രസന്റ് ചെയ്യുക. അപ്പോൾ പല തരത്തിലുള്ള ഒപ്പീനിയനും കാര്യങ്ങളും നിങ്ങൾക്ക് പല സൈഡിൽ നിന്നും കിട്ടും. അതൊക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ. കാരണം നമുക്ക് ഒരു ബിഹേവിയറിൽ ഇതാണ് ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കൊടുക്കാൻ പറ്റൂല. പനി വരുമ്പോൾ പാരസിറ്റാമോൾ കൊടുക്കുന്നത് പോലെയല്ല നമ്മൾ സെക്സ് എഡ്യൂക്കേഷൻ ഡിസബിലിറ്റി കുട്ടികളെ ഹാൻഡിൽ ചെയ്യുന്നത്. ചിലപ്പം ഓരോരുത്തരുടെ എക്സ്പീരിയൻസ് ആയിരിക്കും
പുതിയ ഇന്റർവെൻഷൻസിലേക്ക് എത്തുന്നത്. ഈ സെയിം സാധനം ഒരു കുട്ടി പബ്ലിക്കായിട്ട് മാസ്റ്റുർബേറ്റ് ചെയ്യുന്നു, ആ സെയിം സിറ്റുവേഷനിൽ എടുത്ത ഇന്റർവെൻഷൻസ് സെയിം സിറ്റുവേഷൻ ആയിരിക്കാം അപ്പുറത്തെ ക്ലാസ്സിലെ ഒരു ടീച്ചറിന് ഉണ്ടാകുന്നത്. പക്ഷെ അപ്പുറത്തെ ക്ലാസ്സിൽ എടുക്കുന്ന ടീച്ചർ എടുത്ത ഇന്റർവെൻഷൻസ് ഈ കുട്ടിക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അപ്ലിക്കബിൾ ആയിരിക്കില്ല. അപ്പം ഇതിൽ കിട്ടുന്ന ഒരു നോളേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഓൾ അബൌട്ട് പ്രാക്ടിക്കൽ നോളേജാണ്. നമുക്ക് പ്രാക്ടിക്കലിൽ കൂടെ നമ്മൾ മാറ്റിക്കൊണ്ടുവരുന്ന നോളേജ് ആയിരിക്കും.